ഞാനിതെൻ്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നെ സഹായിച്ചതും എനിക്ക് അഭയം തന്നതും NSS ആണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്. അവരുടെ ആചാരമനുസരിച്ച് ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇല്ലേ? പക്ഷെ അത് അവരുടെ ആചാരമനുസരിച്ചുള്ളതാണ്. മുസ്ലിം സമുദായങ്ങൾക്കുണ്ട്. വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? ഇല്ല. 11 വർഷത്തെ പിണക്കം മറന്ന് പെരുന്നയിലെ വേദിയിലെത്തിയ രമേശ് ചെന്നിത്തലയെ ആകാശത്തോളം പുകഴ്ത്തുകയാണ് ജി സുകുമാരൻ നായർ. പണ്ട് ചെന്നിത്തലയ്ക്ക് വേണ്ടി താക്കോൽ സ്ഥാനത്തിന് വേണ്ടി ശക്തിയുക്തം വാദിച്ച സുകുമാരൻ നായർ മുന്നിൽ ആ വാതിൽ കൊട്ടിയടച്ച ചെന്നിത്തലയോട് അമർഷം പൂർണ്ണമായി മാറി. അത് വാത്സല്യമാകുന്നുണ്ട്. ആചാരത്തിൽ ഇടപെടുന്നതിലെ സർക്കാർ വിമർശനം അടക്കം കണ്ട ജയന്തി സമ്മേളനത്തിൽ സുകുമാരൻ നായരെയും NSSനെയും വാനോളം പുകഴ്ത്തുമ്പോൾ ആ മണ്ണുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം പറയുമ്പോൾ വൈകാരികമാവുന്നുണ്ടായിരുന്നു ചെന്നിത്തല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വർഷമൊന്ന് ബാക്കി നിൽക്കെ ഞങ്ങളുടെ നോമിനി ചെന്നിത്തലയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണോ പെരുന്ന? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ രാജു പി നായർ, ശ്രീ യുവരാജ് ഗോകുൽ, ശ്രീ N ശ്രീകുമാർ, അഡ്വക്കേറ്റ് N ലാൽകുമാർ എന്നിവർ ചർച്ചയില്ലാതെ ഞാൻ ശ്രീകുമാറിലേക്ക് പോകുന്നു. ശ്രീകുമാർ, ഇവിടെ ഈ 11 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാവാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങേക്ക് കുറച്ചുകൂടി വ്യക്തമായി അറിയായിരിക്കും. ഈ പറയുന്ന താക്കോൽ സ്ഥാനത്തിന് വേണ്ടി അന്ന് പുത്തരിക്കണ്ട മൈതാനത്ത് അതിശക്തമായി വാദിക്കുന്നു, ഉമ്മൻചാണ്ടി താക്കീത് ചെയ്യുന്നു ജി സുകുമാരൻ നായർ. അതിന് പിന്നാലെ രമേശ് ചെന്നിത്തല വന്ന് അങ്ങനെ എനിക്ക് വേണ്ടി ആരും വാദിക്കേണ്ടതില്ല, ഞാൻ ഈ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് ശക്തിയുക്തം പറയുന്നു. അതിനുശേഷം പറയുന്നു എന്നെ നായരാക്കാൻ ബ്രാൻഡ് ചെയ്യുന്നു, ഞാൻ നായരാണ്, ഞാൻ ഈഴവനാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ട്രൂ സെക്കുലറാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ബ്രാൻഡിങ്ങിന് ഞാൻ എന്നെ ഇല്ല എന്ന് പറയുന്ന രമേശ് ചെന്നിത്തല നമ്മൾ അന്ന് കണ്ടെങ്കിൽ ഇന്ന് എന്നെ അങ്ങനെ ഒന്ന് ബ്രാൻഡ് ചെയ്യൂ എന്ന് എന്ന് കഷ്ടപ്പെട്ട് ആവശ്യപ്പെടുന്ന ഒരാളെ കണ്ടോ പെരുന്നയിൽ രാഷ്ട്രീയ നേതാവിൽ ശ്രീ N ശ്രീകുമാർ? നമുക്ക് രണ്ട് സാഹചര്യത്തിലുള്ള രമേശിൻ്റെ അഭിപ്രായമായിട്ട് കാണണം. ഒരു ഘട്ടത്തിൽ അത് UDF അധികാരത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു നായർ എന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്യുന്ന ഒരു ചർച്ച വന്നിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നത്. പക്ഷേ കാലം മാറിപ്പോയി. അതിനുശേഷം ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ സമുദായ സംഘടനകൾ കോൺഗ്രസുമായി കൂടുതൽ അടുപ്പം കാണിക്കാൻ താല്പര്യപ്പെടുന്നു. കോൺഗ്രസ്സിലെ ഏത് നേതാവും അവരവരുമായി ബന്ധപ്പെട്ട സമുദായ സംഘടനകൾ എത്രത്തോളം സജീവമാകുന്നോ അത്രത്തോളം UDFനും കോൺഗ്രസിനും ഗുണം ചെയ്യുമെന്നുള്ളതാണ് പുതിയ പാഠം. അത് CPM തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവരെ ഇടക്കാലത്ത് വെച്ച് ലീഗുമായിട്ടും സമസ്തയായിട്ടും അതുപോലെ ഇപ്പോഴത്തെ അവരുടെ SNDP യോഗത്തിലെ അവരുടെ പ്രസംഗങ്ങളും ശിവഗിരിയിലെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കാണേണ്ടത്. CPM ഇങ്ങനെ ക്ഷണം കിട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ് സത്യത്തിൽ ഹാഷ്മി. അതാണ് നമ്മുടെ കേരള രാഷ്ട്രീയം. അങ്ങനെയാണ്. അതായത് നമ്മൾ ഒരു ചെറിയൊരു കാര്യം മാത്രം ഞാൻ പറയാം. ചെറിയ കാര്യം എന്ന് വെച്ചാൽ വലിയ സംഭവം തന്നെയാണത്. രാജ്യത്തെ 80% ഹിന്ദുക്കളാണ് ഉള്ളത്. ഈ 80% ഹിന്ദുക്കളുടെ പിന്തുണ കിട്ടിയാലേ കോൺഗ്രസ് അധികാരത്തിൽ വരൂ. അത് കിട്ടാതെ പോയത് കൊണ്ടാണ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നത്. അങ്ങനെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലേ ന്യൂനപക്ഷങ്ങൾക്കും നേട്ടമുണ്ടാവുകയുള്ളൂ. അത് മനസ്സിലാക്കി ഇപ്പോൾ കോൺഗ്രസ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഇന്ന് പെരുന്നയിൽ പോയിട്ട് അദ്ദേഹം ആ സമുദായത്തെ ബഹുമാനിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റും കാണാൻ കഴിയില്ല. രമേശ് ചെന്നിത്തല ഞാൻ നായരാണ് പറഞ്ഞത്. ഇവിടെ രമേശ് ചെന്നിത്തല ഒരു നായർ ബ്രാൻഡായൊന്നും ആരും കാണുന്നില്ലോ. അദ്ദേഹം കേരളത്തിലെ സമുന്നതനായ തലമുതിർ നേതാവാണ്. KSUവിൽ കൂടി വന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൂടെ വന്ന ഏതെങ്കിലും ഒരു കള്ളിയിൽ അദ്ദേഹത്തെ ആരും നിർത്തില്ല. ഇപ്പോൾ ആ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശരി, ജി സുകുമാരൻ നായർ അദ്ദേഹത്തെ പെരുന്നയുടെ പുത്രനാണ് തുടങ്ങിയ കാര്യങ്ങൾ വാനോളം പോയിരുന്നു. ഓക്കെ, അതും ഓക്കെയാണ്. ഇപ്പം രമേശ് ചെന്നിത്തല ഈ മണ്ണ്, എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ പൊക്കിൾക്കൊടി ബന്ധം എന്നൊക്കെ പറഞ്ഞ് തൊണ്ടയിടേണ്ടൊക്കെ കാര്യം അവിടെ ഉണ്ടോ? ശ്രീ ജി സുകുമാരൻ നായർ ഈ NSSൻ്റെ ഡയറക്ടർ മുടങ്കമല്ല രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ ഈ പറയുന്ന മന്നത്തിനെ കുറിച്ചുള്ള അതിമനോഹരമായ പ്രഭാഷണം നടത്തി അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ നടത്തി വളരെ സ്കോളർലിയായ പ്രഭാഷണം നടത്താമായിരുന്നല്ലോ. ചെന്നിത്തലയ്ക്ക് അടുത്താണ് ചങ്ങനാശ്ശേരിയും പെരുന്നയൊക്കെ ഉള്ളത്. മാവേലിക്കര, ചെന്നിത്തല, ചങ്ങനാശ്ശേരി ഒക്കെ അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. അവിടെയുള്ള അതാണ് ഈ മണ്ണിൽ ജനിച്ചയാളെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേണം രമേശിൻ്റെ വൈകാരിക പ്രതികരണം നമ്മളിവിടെ കാണേണ്ടത്. രമേശ് അങ്ങനെ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്?
കാരണം ഞാൻ പറഞ്ഞ ഒരു സമുദായത്തിൻ്റെ യോഗത്തിൽ ചെന്നിട്ട് ആ സമുദായത്തിൻ്റെ പരിഷ്കർത്താവിനെ CPM അടക്കം ഇന്ന് അംഗീകരിച്ചിരിക്കുകയാണ്. ഹസ്ബി അതാലോചിക്കണം. മന്നത്ത് പത്മനാഭനെക്കുറിച്ച് പ്രകാശഗോപുരം എന്നാണ് ഇന്നത്തെ CPM മുഖപത്രത്തിൻ്റെ ലേഖനം. എങ്ങനെയാണ് പ്രകാശഗോപുരം ആയത്? അതിന് മാത്രമല്ല, അത് എഴുതിയ ആൾ അഡ്വക്കേറ്റ് അനിൽകുമാറാണ്, അറിയാമല്ലോ, സംസ്ഥാന കമ്മിറ്റി അംഗം. അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുകയാണ്, മന്നൻ രൂപപ്പെടുത്തിയ ജനകീയ ഐക്യത്തെ നവകേരളം മാതൃകയാക്കിക്കൊണ്ട് മുന്നേറണം. മന്നൻ ഉണ്ടാക്കിയെടുത്ത ജനകീയ ഐക്യം എന്താ സംഭവിച്ചത്? 1957 EMS മന്ത്രിസഭയ്ക്കെതിരായ പോരാട്ടത്തിന് വേണ്ടിയാ RSP ഉൾപ്പെടെയുള്ള വിപ്ലവ പാർട്ടികളെ ചേർത്തുകൊണ്ട് ഐക്യം ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് CPMൻ്റെ ആ ചിന്ത എവിടെ എത്തി മന്നത്തിൻ്റെ കാര്യത്തിൽ? അതുപോലെ NSSൻ്റെ ഒരു സമ്മേളനത്തിൽ ആ മന്നത്തിൻ്റെ പേരുള്ള അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ വ്യക്തിപരമായ പരാമർശത്തിലൂടെ പ്രസക്തിയുണ്ട്. കാരണം ഞാൻ എന്തുകൊണ്ടും അർഹനാണ് ഈ മന്നത്തിൻ്റെ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആ കോൺഗ്രസും NSSും മന്നവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അവിടെ KSU കാലത്തിൽ ഒറ്റ കാര്യം രമേശ് പറഞ്ഞിട്ടുള്ളൂ, അതായത് ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എനിക്ക് മാവേലിക്കര ബിഷപ്പ്പൂർ കോളേജിലാണ്, അത് അദ്ദേഹം പറഞ്ഞില്ല, ബിഷപ്പ്പൂർ കോളേജിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ കൊടുത്തില്ല, സമരം ചെയ്തു എന്നുള്ളതുകൊണ്ട്. അത് അന്ന് ചെറിയ ഫിലിപ്പ് അതിന് കൂട്ടാണ്, അത് ഇന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടത്. അപ്പോൾ അന്ന് ആ ഒരു ഘട്ടത്തിൽ NSSൻ്റെ കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ സഹായിച്ചു എന്നാണ് പറയുന്നത്. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള കോൺഗ്രസിൻ്റെ പേരിലാണ് പിന്നെ ഹൈക്കമ്മീഷണറായത്. അതേ NSS ആണ് NDP എന്ന പാർട്ടി ഉണ്ടാക്കി UDFിലെ അംഗമായത്. ഒരൊറ്റ കാര്യം പറഞ്ഞു നിൽക്കാം. അപ്പോൾ ഇവരെന്താ പറയുന്നത്? CPM എന്ന് എന്താ പറഞ്ഞത്? അതായത് സമുദായ സംഘടനകളുടെ ഫെഡറേഷനാണ് UDF എന്ന് പറഞ്ഞു. ഇന്ന് അതാണോ തിരിച്ച്? ഇന്ന് CPM എന്താ ആഗ്രഹിക്കുന്നത്? ശിവഗിരി ആ സമ്മേളനത്തിൽ പോയിട്ട് മുഖ്യമന്ത്രി സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിൽ പിടിച്ച് കാര്യം പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് പാർട്ടിക്ക് നേരത്തെ പറയാൻ എന്താ പറ്റിയില്ലേ? അതിനൊരു വേദി വേണമായിരുന്നോ? അപ്പോൾ അവസരം കിട്ടുമ്പോൾ, വേദി കിട്ടുമ്പോൾ എല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സമുദായ സംഘടനകൾ അകന്നു പോകുന്നു എന്ന ചിന്ത CPMനുള്ളത് കൊണ്ടും സമുദായ സംഘടനകൾ തങ്ങളോട് കൂടുതൽ അടുക്കുന്നു എന്ന ചിന്ത കോൺഗ്രസിനുള്ളതുകൊണ്ടാണ്. കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും ഇതുപോലെ ഏത് സമുദായത്തിൻ്റെ യോഗത്തിലാണോ ആ സമുദായത്തിലുള്ള നേതാക്കൾ ചെല്ലുന്നത്, അവർ ആ സമുദായത്തിൻ്റെ ഒപ്പം നിന്ന് വേണം കോൺഗ്രസിനെയും സ്നേഹിക്കാൻ എന്നുള്ളതാണ് സമകാലിക രാഷ്ട്രീയം വ്യക്തമാക്കുന്നത്. അത്രത്തോളം നിഷ്കളങ്കമാണോ അത്? ഇവിടെ പെരുന്ന തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ മുന്നോട്ട് വെക്കുകയാണ്. ഇവിടെ കണിച്ചുകുളങ്ങര തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ മുന്നോട്ട് വെക്കുകയാണ്. ശ്രീ എൻ ലാൽകുമാർ, ഇവിടെ ഈ പറയുന്ന പോയ കാലത്തെ പോലെ ഓരോരോ മതങ്ങളിലെ ഓരോരോ സമുദായ സംഘടനകൾ പറഞ്ഞാൽ ആ മതങ്ങളിലെയും ആ സമുദായത്തിലെയും ആളുകൾ മൊത്തം കേട്ടുകൊള്ളും എന്നിവർ ഇപ്പോഴും കരുതിയിരിക്കുന്നുണ്ടോ? ഇല്ലെന്നുള്ളതിന് പറയാനുള്ള എത്ര ഉദാഹരണങ്ങളുണ്ട്. ശ്രീ എൻ ലാൽകുമാർ, വട്ടിയൂർക്കാവിൽ NSS ഈ പറയുന്ന UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി അവിടെ പ്രകടമായി ഇറങ്ങിയതാണ്, ശരിദൂരം എന്നൊക്കെ പറഞ്ഞ്. 42% വോട്ടർമാർ നായർ സമുദായങ്ങളിൽപ്പെട്ടവരാണെന്നാണ് NSSന്റെ നിലപാട്. 38 NSS കരയോഗങ്ങൾ, 72,000 വോട്ടർമാർ. അവിടെ ഉണ്ടായത് എന്താണ്? അത് പോട്ടെ, ഈ കഴിഞ്ഞ പാലക്കാട് ബൈ ഇലക്ഷനിൽ വെള്ളാപ്പള്ളി നടേശൻ നിലപാട് എന്തായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് വരണ്ട, സരിൻ ദബസ്റ്റ് കാൻഡിഡേറ്റാണ്, മിടുമിടുക്കനാണ്, അവിടെ കോൺഗ്രസ് ചത്ത കുതിരയാണ്. പാലക്കാട് നല്ല ഈഴവ സാന്നിധ്യമുള്ള പാലക്കാട് എന്തായിരുന്നു റിസൾട്ട്? അപ്പോൾ ഇവർ പറയുന്നതിന് പണ്ടത്തെ പോലെ അത്ര കണ്ടെന്നല്ല, സ്വാധീനമേ ഇല്ല എന്നിവർ തിരിച്ചറിയാത്ത എന്താണ് ശ്രീ എൻ ലാൽകുമാർ? ഞാൻ അതിലേക്ക് വരാം. നമ്മൾ ഈ ചർച്ചയുടെ പശ്ചാത്തലം നമുക്കൊന്ന് അറിയണമല്ലോ. ആ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. ഒരു സമുദായ സംഘടനയുടെയും തിണ്ണനിരങ്ങാൻ പോകാൻ തയ്യാറല്ലാത്ത VD സതീശനോട് ഒരു കാരണവശാലും NSS ആസ്ഥാനത്ത് നിന്ന് ഒരു ആഭിമുഖ്യം ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. കാര്യം ഇന്ന് സതീശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തിണ്ണനിരങ്ങാനാണ് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയും പോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഐഡിയ ഇങ്ങോട്ട് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്താൽ ഒരു കാരണവശാലും സതീശൻ പോകില്ല എന്നൊരിക്കൽ പറയുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസിനകത്ത് NSSന് ഒരു വലിയ സേ ഉണ്ട്. അതില്ല എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് ചുമ്മാ തർക്കിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് NSSുമായി ബന്ധപ്പെട്ട് NSS പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ലീഡർ VD സതീശൻ അല്ല എന്നും അത് രമേശ് ചെന്നിത്തലയാണ് എന്നും വ്യക്തമാക്കുകയാണ്. രമേശ് ചെന്നിത്തലയോട് അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായിരുന്നു. NSS സുകുമാരൻ നായർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറച്ചുനാൾ അകറ്റി നിർത്തിയിരുന്നു. പക്ഷേ എന്നാലും കോൺഗ്രസിനകത്തുള്ളൊരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആര് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഇവിടെ വരുന്നത്. കോൺഗ്രസിനകത്തെ ആരെ പ്രൊജക്റ്റ് ചെയ്യാൻ NSS ആഗ്രഹിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം പിന്നൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ
അദ്ദേഹം വലിയ രീതിയിൽ തോറ്റു. അദ്ദേഹം തോറ്റു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി തോറ്റു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധ്യത അവിടെ മങ്ങുകയും വി.ഡി. സതീശൻ ആ സ്പേസ് ഒക്യുപ്പൈ ചെയ്യുകയും ചെയ്തു. ഇതാണല്ലോ കേരളത്തിൽ സംഭവിച്ചത്. വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആകാനിരിക്കുന്ന ആളാണ്. അതാണല്ലോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആൾക്ക് ആ സ്പേസിലോട്ട് വരാൻ ഒരു സാധ്യതയും ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിലില്ല എന്ന് സുവ്യക്തമായി അറിയാവുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്നത്തെ NSSുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് ആവശ്യമായിരുന്നു. ഇതാണ് ഇതിനകത്തെ നറേറ്റീവ്. കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുത്തേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് സമുദായ സംഘടനകളായിട്ടുള്ള അടുപ്പവും അതൊക്കെ നിൽക്കട്ടെ, അത് രാഷ്ട്രീയത്തിന് പല തലങ്ങളുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റും ചെയ്യാം. പക്ഷേ ഈ പറയുന്ന കോൺഗ്രസിനകത്ത് ഏതാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന രമേശ് ചെന്നിത്തലയെ ഒരു തരത്തിൽ ഓക്സിജൻ കൊടുത്തു നിർത്തുന്ന പരിപാടിയാണ് ഇന്ന് NSS ചെയ്തത്. അത് തെറ്റില്ല. അത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം തെറ്റില്ല, NSSനെ സംബന്ധിച്ചിടത്തോളം തെറ്റില്ല. കാര്യം അവർക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാം. ഇതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ മാറ്റം വരുമോ എന്നുള്ളത് വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ചിലപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയേക്കാം. കാര്യം ഒരിക്കൽ താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇന്ന ആളെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കൂ എന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുക്കൽ പറയാനും ഉമ്മൻചാണ്ടി സാറിനെ ഭയപ്പെടുത്താനും ആ ഭയപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി സാർ അത് സമ്മതിക്കാനും ഇടയായ ഒരു രാഷ്ട്രീയ സന്ദർഭം കേരളത്തിലുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു സമുദായം പറഞ്ഞു കഴിഞ്ഞാൽ CPMൻ്റെ ഇന്ന ആളെ മന്ത്രിയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലാവുമെന്ന്. എനിക്ക് എൻ്റെ രാഷ്ട്രീയ അടിത്തറയിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങ് ഒരു കാര്യമേ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നടക്കാനേ പോകുന്നില്ല. കാര്യം അത് CPM പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, സംസ്ഥാന സെക്രട്ടേറിയറ്റോ സംസ്ഥാന കമ്മിറ്റിയോ തീരുമാനിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഇന്ന ആളെ ആക്കണമെന്ന് പറഞ്ഞൊരു സമുദായത്തിൻ്റെ നേതാവ് വന്നതെന്ന് സംസാരിക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി കോൺഗ്രസിൻ്റെ സമുന്നതനായ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഒരുപാട് കളി കളിച്ചിട്ടും അത് പിടിച്ചു നിൽക്കാൻ വയ്യാതെ മന്ത്രിസ്ഥാനം കൊടുത്ത ആളാണ് രമേശ് ചെന്നിത്തല. അപ്പം കോൺഗ്രസിനകത്ത് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ കോൺഗ്രസിനകത്തേക്ക് കയറി ഇടപെടാനുള്ള NSSന്റെ സാധ്യത വലുതാണ്. അല്ല ശ്രീ ലാൽകുമാർ, ഞാൻ ചോദിച്ചതിനാണ് ആ പഴയ സ്വാധീന ശക്തി ഈ സമുദായ സംഘടന ഇപ്പോൾ ഉണ്ടോ ഞാൻ ചോദിക്കുന്നത്. ആ പഴയ സ്വാധീന ശക്തി ഈ സമുദായ സംഘടനകൾക്ക് ഞാൻ ഒന്നല്ല, ഏത് മതത്തിലെയും ഏത് സമുദായം ഇപ്പൊ കാലം മാറി. ഇപ്പൊ ഞാൻ പറയട്ടെ, സി എൻ ലാൽകുമാർ ഇവിടെ ഒരു പക്ഷേ മനുഷ്യന്മാർ കൂടുതൽ കമ്മ്യൂണലായിട്ടുണ്ടാകാം, ഒരു പക്ഷെ വർഗീയമായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ നായരാണ്, ഞാൻ ഈഴവനാണ് ഇതൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന എത്ര പേര് നമ്മൾ കേട്ടു? എവിടെ കേൾക്കുന്നു അതിപ്പോ? ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് ഈ പറയുന്ന സ്വാധീന ശക്തി ഉണ്ടോ ലാൽകുമാർ? ഞാൻ പറയുന്ന കേൾക്കുമെന്നു സ്വാധീന ശക്തി കോൺഗ്രസിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങളിലേക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോ ഹാഷ്മി? ഇവർ പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യുമോ എന്നുള്ള താങ്കളുടെ ചോദ്യത്തിന് താങ്കൾ തന്നെയാണ് മറുപടി പറഞ്ഞത്. വട്ടിയൂർക്കാവ് ചെയ്തോ, പാലക്കാട് ചെയ്തോ, ഇങ്ങനെ പല കാര്യത്തിനും ഉദാഹരിച്ച് താങ്കൾ തന്നെ പറഞ്ഞില്ലേ. കുറച്ച് പേരൊക്കെ വോട്ട് ചെയ്യും, ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ കുറച്ച് പേര് വോട്ട് ചെയ്യുമ്പം അതുപോലെ റിവേഴ്സ് പോളറൈസേഷനും നടക്കും. NSS വട്ടിയൂർക്കാവിൽ ഇറങ്ങി തിരിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള സമുദായം എല്ലാം തിരിച്ചു വോട്ട് ചെയ്തത്. ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സമുദായ സംഘടനകൾ വിചാരിച്ചാൽ കേരളത്തിൽ വോട്ട് മാറ്റി ഒരാളെ തോൽപ്പിക്കാൻ പറ്റുമോ, ജയിപ്പിക്കാൻ പറ്റുമോ, അവർ നിശ്ചയിച്ച പോലെ കാര്യം നടക്കുമെന്ന് ചോദിച്ചാൽ സമുദായ സംഘടനകൾ പലതുള്ളതുകൊണ്ട് ഒരു സമുദായം ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല മറ്റു സമുദായം ചിന്തിക്കുന്നത്. അത് നായർ സമുദായം ഒന്ന് തീരുമാനിച്ചാൽ ഈഴവ സമുദായം ചിലപ്പോൾ മറ്റൊന്നായിട്ട് ചിന്തിക്കാം. അപ്പോൾ ഈ പറയുന്ന ബാലൻസ് ചെയ്തു പോകുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലെ രാഷ്ട്രീയത്തിലുണ്ടാവും. ഇതാണ് സത്യാവസ്ഥ. ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു കാര്യമാണ് വോട്ടേഴ്സിലേക്ക് പറഞ്ഞു തീർക്കട്ടെ. അല്ലല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. താങ്കൾക്ക് മനസ്സിലായല്ലേ, ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. ഈ പറയുന്ന കോൺഗ്രസിനകത്തേക്കുള്ള ഇൻഫ്ലുവൻസ്, ആ കോൺഗ്രസിനകത്ത് ഈ പറയുന്ന NSS വിചാരിച്ചാൽ നടക്കുമായിരിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായി നമുക്ക് മുമ്പിലായിട്ട് ഈ പറയുന്ന താക്കോൽ സ്ഥാനത്തിന്റെ പ്രശ്നമുണ്ട്, 5ാം മന്ത്രിയുടെ പ്രശ്നമുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നടന്നേക്കാം. അതുകൊണ്ട് ജനങ്ങളുടെ വോട്ടായി മാറുമെന്നുള്ളത് ഈ കിനാവ് കണ്ടുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കിനാവ് കുറേ നാളുകൾക്ക് മുമ്പും കണ്ടതാണ്, കണ്ടുകൊണ്ടേ ഇരിക്കുമെന്ന് മാത്രമേ എനിക്ക് എന്ത് പറയാം. രാജു പി നായർ, ഇവിടെ ഇന്നത്തെ പെരുന്നയിലെ വലിയ ആഘോഷപൂർവ്വം രമേശ് ചെന്നിത്തലയെ സ്വീകരിച്ചു. വലിയ പുകഴ്ത്തലുണ്ടായി, വലിയ സ്വീകരണം അവിടെ ഉണ്ടായി. ഇന്നത്തെ പെരുന്ന കാഴ്ചകൾ ഗുണകരമാകാൻ പോകുന്നത് കോൺഗ്രസിനാണോ അതോ വ്യക്തിപരമായ രമേശ് ചെന്നിത്തലയ്ക്കാണോ ശ്രീ രാജു പി നായർ? തീർച്ചയായിട്ടും കോൺഗ്രസിനാണല്ലോ, എന്താ സംശയം? കേരളത്തിലെ എല്ലാ സമുദായങ്ങളുമായിട്ടും അല്ലെങ്കിൽ എല്ലാ സമൂഹ വിഭാഗങ്ങളുമായിട്ടും വളരെ അടുത്ത സ്നേഹബന്ധം സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിനകത്ത് അത് ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആന്തരികമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ചില പ്രസ്താവനകളൊക്കെ സൂചിപ്പിക്കപ്പെട്ടേക്കാം. പക്ഷേ എല്ലാ സമൂഹവുമായിട്ടും
ഒരുമിച്ചിരുന്ന് സംസാരിക്കണമെന്നും അവരോട് അവരുടെ കൂടെ ആശയങ്ങൾ ഉൾക്കൊള്ളുമെന്നും അവർക്ക് വേണ്ട സാമൂഹിക നീതിയും സാമ്പത്തിക നീതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഓരോരുത്തരും. കോൺഗ്രസിന് തലയെടുപ്പുള്ള നേതാക്കന്മാരുണ്ട്. വി ഡി സതീശനെ പോലെ, കെ സി വേണുഗോപാലിനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെ, മുരളീധരനെ പോലെ ഒക്കെ ഉള്ള തലയെടുപ്പുള്ള നേതാക്കന്മാർ കോൺഗ്രസിനുണ്ട്. അവരൊരിക്കലും ഒരു സമുദായത്തോ ഒരു മതത്തോടോ വലിയ രീതിയിൽ നികൃഷ്ടമായിട്ട് കണക്കാക്കുകയോ അതല്ലെങ്കിൽ അവരെയൊക്കെ അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന സമീപനം ഒരിക്കലും സ്വീകരിച്ചിട്ടുള്ളവരല്ല. അപ്പോൾ അവരെ സ്വാഭാവികമായിട്ടും ഓരോ പരിപാടികൾക്ക് വേണ്ടിയിട്ട് അവരെ വിളിക്കും. എല്ലാ പ്രാവശ്യവും ഒരാളെ തന്നെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഓരോ സമയത്ത് കോൺഗ്രസിൻ്റെ അത്തരത്തിലുള്ള ഓരോ നേതാക്കന്മാരെ വിളിക്കും. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ആശയം അവർക്കുള്ളത് കൊണ്ടും ആ ആശയം ഈ സമുദായങ്ങൾക്ക് എന്താ പറയുക അംഗീകരിക്കാൻ കഴിയുന്നതും തിരിച്ചിങ്ങോട്ടേക്ക് അവർ സ്വീകരിക്കുമെന്നും കോൺഗ്രസിന് വിശ്വാസമുള്ളവരാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ ഹാഷ്മി, നമുക്കിപ്പോൾ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എം മണിയെ വിട്ടുകൊണ്ട് ഏതെങ്കിലും സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുമോ? ഇപ്പം വിജയരാഘവനെ വിളിക്കാൻ സാധിക്കുമോ? അതല്ലെങ്കിൽ AK ബാലനെ വിളിക്കാൻ സാധിക്കുമോ? ഇതൊക്കെ ഇവർക്കൊക്കെ പറയാൻ പറ്റുന്നത് എന്താണെന്നും ഇവരെങ്ങനെയാണ് സമൂഹത്തിൽ അറിയപ്പെടുന്നതെന്നും ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അതല്ലാതെ സൗമ്യമായിട്ട് മറ്റുള്ള വിഭാഗങ്ങളെ കേൾക്കാനും അവരുടെ എന്താ പറയുക അഭിപ്രായങ്ങൾ സ്വീകരിക്കാനും ഒക്കെ കഴിയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഈ പറയുന്ന ഗുരുദർശനങ്ങളോടാവട്ടെ അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭനാവട്ടെ അതല്ലെങ്കിൽ മറ്റ് ഇസ്ലാം സംഘടന ആവട്ടെ ക്രിസ്തീയ സംഘടന ആവട്ടെ അവരുടെ എല്ലാം ആശയങ്ങളോട് ബഹുമാനപൂർവ്വം സംവദിക്കാൻ കഴിയുന്ന നേതൃത്വം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ആരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും അവർ കോൺഗ്രസിൻ്റെ ആശയങ്ങൾക്കകത്ത് നിന്ന് അവരോട് സംവദിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാവുന്നത്. ശരി, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് NSS പോലൊരു സമുദായ സംഘടന വിളിക്കുന്നു, അവിടെ പോകുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു, മടങ്ങിപ്പോരുന്നു. ഇതല്ലല്ലോ. ഇതാ വേദിയിൽ നിന്ന് വൈകാരികമാവുകയാണ്. അവിടുത്തെ ആ മണ്ണിനെ കുറിച്ചുള്ള പൊക്കിൾക്കൊടി ബന്ധം പറയുകയാണ്. ആ ബന്ധം പറയുമ്പോൾ കണ്ണ് നിറയുകയാണ്. ഞാൻ പറയുന്നു, ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ ഒരു സമുദായ സംഘടനാ വേദിയിൽ പോയി വൈകാരികമാവേണ്ട കാര്യമുണ്ടോ രാജു പി നായർ? അല്ല ഹാഷ്മി, അത് അവർക്ക് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളോ ഞാൻ ചോദിക്കുന്നത്, ഒരു സംഘടന വിളിച്ച് അദ്ദേഹത്തെ സംസാരിക്കാൻ വിളിച്ചാൽ സ്വാഭാവികമായിട്ടും ആ സംസാരത്തിനിടയിൽ അത് വിളിക്കുന്ന ആൾക്കാരും വിളിക്കപ്പെടുന്ന ആൾക്കാരും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അപ്രീഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ ആ ഇൻവിറ്റേഷനെ ഓണർ ചെയ്യും, അക്നോളജ് ചെയ്യും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സഞ്ചരിക്കുന്നതല്ലേ. അവിടെ എന്താ കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം? കോൺഗ്രസിൻ്റെ ഈ സമൂഹത്തോടുള്ള കാഴ്ചപ്പാട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണല്ലോ സംസാരിക്കുന്നത്. അതിനിടയ്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വൈകാരികമായിട്ട് അത്തരത്തിലുള്ള സംഘടനകളോടുള്ള അടുപ്പത്തെ സംബന്ധിച്ചോ എങ്ങാനും പറഞ്ഞാൽ അതെങ്ങനെയാണ് കോൺഗ്രസിന് വിരുദ്ധമാവുക അല്ലെങ്കിൽ കോൺഗ്രസിൽ സമുദായത്തിന് ഒരു അപ്രമാദിത്വം കിട്ടുന്ന രീതിയിൽ? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഞങ്ങളെയൊക്കെ പരിപാടികൾക്ക് ചെറിയ രീതിക്ക് സ്പോർട്സ് ക്ലബ്ബിലൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ സ്പോർട്സ് ക്ലബ്ബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ വിളിക്കുന്നവർ ഞങ്ങൾ പറയും അവർ ഞങ്ങളെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഞങ്ങളുടെ നിലപാടുകൾ എന്താണെന്ന് അറിയുന്നതുകൊണ്ടാണെന്നും ഏതെങ്കിലും സാംസ്കാരിക സംഘടനയോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ പറയും. സ്വാഭാവികമല്ലേ? അതിനെയൊക്കെ എടുത്തുകൊണ്ട് ഏതാണ്ട് വലിയൊരു പ്രശ്നം കോൺഗ്രസിനകത്ത് ഞാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ ഏതൊരു നേതാവിനെയും ഇത്തരത്തിൽ പൊതുജനങ്ങളുമായിട്ട് സംവദിക്കാൻ കഴിയുന്ന വേദിയിൽ കോൺഗ്രസിന്റെ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്ത് വിളിപ്പിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനാണ് കൂടെ വരാവുന്നത്. നേതാവ് മാത്രമല്ലല്ലോ ഈ പാർട്ടിയെ വിജയിപ്പിക്കേണ്ടത്. എല്ലാവരും കൂട്ടായിട്ടുള്ള നേതൃത്വം, ആ കൂട്ടായിട്ടുള്ള ഒരു സമൂഹവുമായിട്ട് ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് വിജയിക്കേണ്ടത്. അല്ല, കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനം രമേശ് ചെന്നിത്തലയാണ് എന്നൊരു സന്ദേശം പെരുന്നയിൽ നിന്നും കോൺഗ്രസ് വായിച്ചെടുക്കുന്നില്ല. മാധ്യമങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അല്ല, രാജു പി നായർ, ഇവിടെ അടുത്ത തവണ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയാണ് എന്നൊരു റീഡിംഗ് പെരുന്നയിൽ നിന്ന് കോൺഗ്രസിനില്ല. അല്ലെന്നേ, അത് ഒരു സമുദായ സംഘടന അല്ലല്ലോ തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കുന്ന പാർട്ടിയുടെ ഹൈക്കമാൻഡ് അല്ലേ, തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന MLA-മാരല്ലേ, അവരാണല്ലോ തീരുമാനിക്കുന്നത്. ഇതൊക്കെ ചില സമുദായ സംഘടനകളൊക്കെ പലർക്കും അഭിപ്രായം പറയാൻ പറ്റും, അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ മുൻപ് ചിലപ്പോൾ പറയേണ്ടടുത്ത് മറുപടി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, പാർട്ടിയുടെ നേതാവ് ആരായിരിക്കണം തീരുമാനിക്കുന്നത്, അത്തരത്തിൽ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടിയുടെ തീരുമാനങ്ങളാണ്. അല്ലാണ്ട് അതിനൊന്നും ഏതെങ്കിലും സമുദായ സംഘടനയൊന്നും അതിനകത്തൊരു നേതാവിനെ പ്രഖ്യാപിച്ചാൽ ആ വഴിക്കൊന്നും പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊന്നും ഞങ്ങൾ അവരോട് മാന്യമായിട്ട് പെരുമാറുന്നതുകൊണ്ടും സംവദിക്കുന്നത് കൊണ്ടും തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് എന്തായാലും ഈ അച്ഛന്മാരെ നികൃഷ്ടജീവി എന്ന് വിളിക്കുന്ന രീതിയിലുള്ള സമീപനം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പെരുമാറുകയുള്ളൂ. എല്ലാ
ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ 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 എന്താണ്, ഇവിടെ ചെന്നിത്തലയെ പൊക്കിക്കൊണ്ടുവരികയാണോ NSS, അതോ ആ ചർച്ചയ്ക്ക് എന്താണ്? അങ്ങനെ നിൽക്കുമ്പോൾ പോലും അവർ വിളിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവിനെയാണ്. ഇന്നിപ്പോൾ സുകുമാരൻ നായർ വേദിയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇന്ന് നമ്മുടെ യഥാർത്ഥത്തിൽ ഉദ്ഘാടനമായി വരേണ്ടത് അറ്റോർണി ജനറൽ ശ്രീ വെങ്കട്ടരമണിയായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ സുകുമാരൻ നായർ എന്ന് പറയുകയാണ് അദ്ദേഹം ചില സാങ്കേതിക കാരണങ്ങളാൽ വരുന്നില്ല. അതിൻ്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തോ ഒരു ചരിത്രമുണ്ട് എന്നൊരു ജേർണലിസ്റ്റ് ക്യൂരിയോസിറ്റി ഞാൻ അന്വേഷിക്കുമ്പോൾ അറിയുന്നത് ഡൽഹിക്ക് ഇവിടുന്ന് ഒരു കത്ത് പോയി. ആ കത്തിൽ ആർക്കാണ്? ടു ശ്രീ വെങ്കട്ടരമണി, അറ്റോർണി ജനറൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മോത്തിലാൽ നെഹ്റു മാർഗ്, ന്യൂഡൽഹി എന്ന് പറയുന്ന രീതിയിൽ ഈ ജി സുകുമാരൻ നായർക്കെതിരെയുള്ള കേസുകൾ എന്താണ്, ഷെയറിംഗ് ഓഫ് ഡയസ് വിത്ത് പേഴ്സൺ അഗൻസ്റ്റ് ഹൂം കേസ് ആർ പെൻഡിംഗ് ഇൻ ഡിഫറെന്റ് കോർട്സ് ഇൻക്ലൂഡിംഗ് ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ കുറേയധികം 3 കേസുകളുടെ വിശദാംശങ്ങൾ വെച്ചിട്ട് കത്ത് പോവാണ്. അതിന് സെക്കൻഡ് പാരഗ്രാഫ് പറയുന്നത് ഇങ്ങനെയാണ്: യുവർ കൈൻഡ് അറ്റൻഷൻ is also drawn to the fact that Mr. G. Sukumaran Nair, who is an ardent supporter of Congress-led United Democratic Front in Kerala, used to actively canvass for Congress candidates in state assembly and parliament elections and used to issue statements to defeat BJP in elections. So far, he did not invite any of the central ministers or any other dignitaries in Mannam Jayanti meetings held every year at Perunna. Moreover, he has undergone severe criticism from the Nair community when he denied permission to the then Deputy Prime Minister of India, Sri L.K. Advaniji, to visit Mannam Samadhi and pay homage to the great philanthropist Sri Manathu Padmanabhan. It may be kindly be noted that Mr. Suresh Gopi, Honorable Minister of State in Central Cabinet, is also from the same Nair community, and Mr. Sukumaran Nair did not bother to invite him to the meeting. എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയം പറയുകയാണ് സെക്കൻഡ് പാരഗ്രാഫിൽ. ശ്രീ യുവരാജ് ഗോകുൽ, ഈ വെങ്കട്ടരമണിയുടെ വരവ് മുടക്കിയത് ഇവിടെ സുകുമാരൻ നായർ UDF-നോട് എടുക്കുന്ന അനുകൂല തീരുമാനമാണ്. ഇവിടെ LK അദ്വാനി വന്നപ്പോൾ കയറ്റിയില്ല, ഇവിടെ സുരേഷ് ഗോപി വന്നപ്പോൾ സ്വീകരിച്ചില്ല, അദ്ദേഹത്തെ വിളിച്ചില്ല. ഇവിടെ BJPക്ക് എതിരെടുക്കുന്ന നിലപാടാണെന്ന് ഇവിടുന്ന് പോയി ഡൽഹിയിൽ ഒരു കത്താണ്. ഈ കത്തിൽ BJP കൈയുണ്ടോ യുവരാജ് ഗോകുൽ? അല്ല, ഈ കത്ത് എനിക്കറിയില്ല ഹാഷ്മി ഇപ്പോൾ വായിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കത്തിനെ കുറിച്ച് കേൾക്കുന്നത്. കുറച്ചൊരു അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ഈ കത്ത് കേൾക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീധരൻപിള്ള സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പെരുന്നയിലെത്തുകയും മന്നം ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും പങ്കെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീ സുരേഷ് ഗോപി തന്നെ പിന്നീട് ഒരിക്കലും പെരുന്നയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശ്രീ V. മുരളീധരൻ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഊഷ്മളമായിട്ടുള്ള വരവേൽപ്പ് അവിടുന്ന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പല ഭാഗങ്ങളിലും വ്യാപകമായിട്ട് തന്നെ നായർ വോട്ടുകൾ, NSS വോട്ടുകൾ തന്നെ ഔദ്യോഗികമായിട്ട് പോലും പലപ്പോഴും നമുക്ക് വരുന്ന ഒരു സാഹചര്യവും പല മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഹാഷ്മിയെ പോലെ ആരെങ്കിലും ടൈപ്പ് ചെയ്ത് അയച്ചതാവാനാണ് സാധ്യത തോന്നുന്നു. വേറെ സാധ്യത ചുമ്മാ ടൈപ്പ് ചെയ്ത് അയച്ചാൽ രാജ്യത്തിന്റെ അറ്റോർണി അന്വേഷിക്കാൻ കഴിവില്ലാത്ത ആളാണോ? ആരെങ്കിലും ഒരാൾ ചുമ്മാ ഒരു കത്ത്, ഒരു ഊമക്കത്ത് അയച്ചാൽ അങ്ങോട്ടേക്ക് വരവ് മുടക്കാം എന്നങ്ങ് തീരുമാനിക്കുമോ? അതൊന്നുമല്ല, അത് രാഷ്ട്രീയ തീരുമാനമാണ് യുവരാജ് ഗോകുൽ. അല്ലല്ല, അറ്റോർണി ജനറൽ അതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, അറ്റോർണി ജനറൽ ഒരു കത്ത് പോയിട്ടുണ്ട്. ആ കത്ത് എഴുതിയത് NSSകാർ തന്നെയാണ്. അറ്റോർണി ജനറൽ ആ കത്ത് എഴുതിയത് TK നായരും പ്രൊഫസർ ഗോപകുമാറുമാണ്. കൊണ്ടുവരിക അല്ലല്ല, പ്രൊഫസർ ഗോപകുമാറും TK നായരുമാണ്. TK നായരുടെ രാഷ്ട്രീയ ഭാഷ താങ്കൾ പരിശോധിച്ച് നോക്കും, താങ്കൾ മനസ്സിലാവും. പ്രൊഫസർ ഗോപകുമാർ എന്ന് പറയുന്ന NSSന്റെ ആയുഷ്കാല മെമ്പറാണ്. അദ്ദേഹം ഒരു കരയോഗത്തിന്റെ ചാർജൊക്കെ ഉള്ള ഒരാളാണ്. ഈ 2 കത്ത്, ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെങ്കട്ടരമണി ഇങ്ങോട്ടേക്കുള്ള യാത്ര വേണ്ടാന്ന് വെച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് യുവരാജ് ഗോകുൽ. അതിൽ BJPയെ എന്താണ് ഇവിടെ UDF അനുകൂലമായി തീരുമാനമെടുക്കുന്നു. ആ പാരഗ്രാഫ് ലാസ്റ്റ് പറഞ്ഞ ഇങ്ങനെയാണ്: സ്ട്രോങ് പൊളിറ്റിക്കൽ അലൈൻമെന്റ് വിത്ത് കോൺഗ്രസ്. Instead, he invited Congress leader Ramesh Chennittala to deliver keynote address along with your bookself. എന്ന് പറഞ്ഞാൽ BJPക്കാരെ ആരെയും വിളിക്കുന്നില്ല, എല്ലാവരും കോൺഗ്രസ്സുകാരെ മാത്രമേ വിളിക്കുന്നുള്ളൂ എന്നൊക്കെയാണ് ഈ കത്തിലെ പരാതി. NSSനെ സംബന്ധിച്ച് അതിനകത്തുള്ള ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്യൂസ് ഉണ്ടാകുമായിരിക്കും. അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അയക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കത്ത് കിട്ടിയത് കൊണ്ട് മാത്രം അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ പിറകിൽ പ്രത്യേകിച്ച് സാങ്കത്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഏതൊരു പ്രസ്ഥാനത്തിനകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള കത്തുകളും പിന്നിൽ നിന്നുള്ള കുത്തുകളും ഒക്കെ പോകലുണ്ട്. അത് മറ്റൊരു സാഹചര്യമാണ്. അത് അതിൻ്റെ അകത്തുള്ള ഇന്റേണൽ ഇഷ്യൂ ആണ്. എന്തായാലും BJP ഔദ്യോഗികമായിട്ട് അതിനകത്ത് അത്തരത്തിലേക്ക് തലയിടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. BJPക്ക് അത്തരത്തിലുള്ള നിലപാടുകളുമില്ല. BJP നേതാക്കളെ മുൻ വർഷങ്ങളിൽ പെരുന്നയിൽ വിളിച്ചിട്ടുണ്ട്. ശ്രീ സുകുമാരൻ നായരുമായിട്ട് വളരെ നല്ല ബന്ധം തന്നെയാണ് BJPക്ക് വേണ്ടിയുള്ള പിന്നിൽ കുത്താണ്. BJP ഔദ്യോഗികമായി അറിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും കത്തുപോയത് BJPക്ക് വേണ്ടിയുള്ള പിന്നിൽ കുത്താണ്. പിന്നെ 2 അങ്ങ് ഇവിടെ ചോദിക്കുന്നുണ്ട്.
അല്ലേ ഹാഷ്മിയെ കത്തിപ്പിടിച്ച് തൂങ്ങണ്ടാന്നേ, ആ കത്തുള്ളത് കൊണ്ടാണ് അദ്ദേഹം വരാത്തതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ കത്ത് കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം വരാത്തത് എന്ന് അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന് മറ്റു ചില അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം വരാതെ ഇരുന്നത്. അതിനെ നിങ്ങൾ ഈ കത്തുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല. BJP എന്തായാലും ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ട് BJP എന്തായാലും ഇത്തരം കാര്യങ്ങളുടെ പുറകിലൊന്നും പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. അത്രയ്ക്ക് രാഷ്ട്രീയമായ വിഡ്ഢിത്തരമൊന്നും BJP കാണിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം മന്നം ജയന്തി പോലെ ഈ കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന, കേരളം മുഴുവൻ ആദരിക്കുന്ന സമുദായ ആചാര്യൻ്റെ ജയന്തി ദിവസത്തിൽ ഇത്തരത്തിലൊരു മുടക്കം വരുത്താൻ വേണ്ടിയിട്ട് BJP ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ടോ അത്തരത്തിലുള്ളൊരു ശ്രമത്തിലേക്കൊന്നും പോയിട്ടില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തോന്നി അവർ കത്ത് അയക്കുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് BJP എടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞത് ഒരു കത്ത് പോയിട്ടുണ്ട്. ആ കത്തിൽ പറയുന്ന കാരണങ്ങൾ G. സുകുമാരൻ നായർക്കെതിരെ കേസുണ്ട്. അപ്പോൾ കേസുള്ള ഒരാളുമായി അറ്റോർണി ജനറൽ വേദി പങ്കിടുന്നതിലെ അസാംഗത്യം. രണ്ടാമത്തെ കാരണമായി പറഞ്ഞ രാഷ്ട്രീയ കാരണങ്ങളെ പറയുന്നത് BJP നേതാക്കളെ ഒന്നും അടുപ്പിക്കുന്നില്ല അങ്ങോട്ടേക്ക്. അവിടെ വിളിക്കുന്നത് കോൺഗ്രസ്സുകാരെ മാത്രമേ ഉള്ളൂ. UDF അലൈൻമെന്റ് പ്രഖ്യാപിക്കുന്ന ആളാണ് G. സുകുമാരൻ നായർ. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റിലും UDF അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ആളാണ്. സുരേഷ് ഗോപി പോലും ക്ഷണിക്കാത്ത ആളാണ് എന്ന ആ കാര്യം മാത്രമേ പറയുന്നുള്ളൂ രാഷ്ട്രീയ കാരണം. അതുകൊണ്ട് കത്ത് കിട്ടിയപ്പോൾ ചോദിച്ചേ ഉള്ളൂ. ഹാഷ്മി അവിടെ തന്നെ ബ്ലണ്ടറാണ്. ഹാഷ്മി ആ കത്ത് അവിടെ തന്നെ ബ്ലണ്ടറാണ്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ NSSന് അത്തരത്തിലുള്ള നിലപാടുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. വോട്ടിലേക്ക് വന്നതിന്റെ പുറകില് NSSന്റെ ആവട്ടെ, SNDPയുടെ ആവട്ടെ, KPMSന്റെ ഒക്കെ ആവട്ടെ, അങ്ങനെ പല സമുദായ സംഘടനകളുടെയും വലിയ തരത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഹാഷ്മി ആ കത്ത് ഫസ്റ്റ് സ്റ്റാൻഡിൽ തന്നെ അത് തെറ്റാണ്. ഫാക്ച്വലി തന്നെ BJPയുടെ വേദനകൾ പറഞ്ഞൊരു കത്ത് എഴുതിയ ആൾക്കാർ ആരൊക്കെയാണ് എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കൂ യുവരാജു. ശരി, അല്ലല്ല, ഒരു ഇതിനകത്ത് അന്വേഷിക്കേണ്ടത് നോക്ക്, അവരുടെ വ്യക്തിപരമായ വിഷയത്തിൽ BJPയുടെ പുറത്ത് ചാരി അടിക്കാൻ നോക്കുന്നതായിട്ട് മാത്രമേ അത്തരം കത്തുകൾ കാണാൻ കഴിയുള്ളൂ. വെങ്കിട്ടരമണി വരാതിരുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം ഒരു ചരിത്രമാണ്. ആ ചരിത്രം വഴിയെ മനസ്സിലാവും. G. സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. ചരിത്രം എന്താണെന്ന് സ്വാഭാവികമായി ഒരു ജേർണലിസ്റ്റിക് ആലോചനയിൽ പോയപ്പോൾ കിട്ടിയ കത്താണ് കേട്ടോ. ഞാൻ നമ്മുടെ ചർച്ചാ ഫോക്കൽ പോയിന്റ് അതല്ല. തിരികെ ശ്രീകുമാർ, അവിടെ പെരുന്നയിൽ കണ്ടത് കോൺഗ്രസിന് കിട്ടുന്ന സ്വീകരണമാണെങ്കിൽ ഇന്ന് G. സുകുമാരൻ നായർ അതിന് മറുപടി പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തലയെ വിളിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവ് എന്നതുകൊണ്ടല്ല എന്ന് പറയുന്നുണ്ട്. കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം NSSന്റെ പുത്രനായതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അതൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്ന വേദിയിലിരിക്കുന്ന LDF മന്ത്രിസഭയിലെ KB ഗണേഷ് കുമാറിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് G. സുകുമാരൻ നായർ. അപ്പോൾ എങ്ങനെയാണത് അത് കോൺഗ്രസിന് കിട്ടുന്ന സ്വീകരണമാണെന്ന് പറയാൻ കഴിയുക? CN ശ്രീകുമാർ. ഒരു സമുദായ സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖ നേതാവിനെ വിളിക്കുകയാണെങ്കിൽ, അത് തുടർച്ചയായിട്ട് വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. ശശി തരൂരിനെ വിളിച്ചപ്പോഴും നമ്മളിതൊക്കെ ചർച്ച ചെയ്തതാണ്. തെന്നാല ബാലകൃഷ്ണ പിള്ളയെ വിളിച്ചപ്പോഴും നമ്മൾ ഇത് ചർച്ച ചെയ്തില്ല. കാരണം അദ്ദേഹം രാഷ്ട്രീയ വേദന ഉപേക്ഷിച്ച പോലെയായിരുന്നു. അപ്പോൾ ഇത് കോൺഗ്രസ്സുകാരെ മാത്രം ക്ഷണിക്കുകയും മറ്റുള്ള നേതാക്കളെ ക്ഷണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമല്ല NSSൻ്റെ പാരമ്പര്യം, രാഷ്ട്രീയ പാരമ്പര്യം ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. NSS രൂപീകരിച്ച രാഷ്ട്രീയ കക്ഷിയല്ലേ NDP. ആ NDP UDFൻ്റെ ഘടകകക്ഷിയായിരുന്നു. പിന്നെ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കളെ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് CPM നേതാക്കളെ വിളിച്ചില്ല, എന്തുകൊണ്ട് BJP നേതാക്കളെ വിളിച്ചില്ല എന്നുകൂടി ചർച്ച ചെയ്യാം നമുക്ക്. BJP നേതാക്കൾ ഇന്നവിടെ ഉണ്ടായിരുന്നല്ലോ. പ്രമുഖ നേതാക്കളെ ഞാനവിടെ കണ്ടിരുന്നു ചങ്ങനാശ്ശേരിയിൽ. പക്ഷേ അവരെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അവരെ വിളിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരു കാര്യം ഹാഷ്മി എപ്പോഴും ആലോചിച്ചോളൂ. നായർ സർവീസ് സൊസൈറ്റിയിലെ ഭൂരിപക്ഷം വോട്ടുകളും ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണ്. അത് യാതൊരു മാറ്റവും. പക്ഷേ ഞാൻ പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ചർച്ചയാകുമ്പോഴേ നമ്മളിത് കാണാതെ പോകുന്ന ചില ചരടുകളുണ്ട്. അതായത് കേരളത്തിലെ ഈ സമുദായ സംഘടനകളുടെ മേന്മ നിശ്ചയിക്കുന്ന ആരാ? CPM ആണോ? ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി തന്നെ പറയാം. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് CPM നല്ലത് പറഞ്ഞ കാലം ഉണ്ടായിരുന്നു. അവരിപ്പോൾ പറയുന്നു ചീത്തയാണെന്ന്. എന്നിട്ട് അവരുടെ പിന്നാലെ പോകണമെന്നുണ്ടോ? കോൺഗ്രസ്സുകാർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയാൽ എന്തിനാണ് സ്വീകരിക്കാൻ മടിക്കുന്നത്? അവരവരുടെ നിലപാടുകളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ. SNDPയിൽ കൂടുതൽ വോട്ടുകളെ ഈഴവ വോട്ടുകളും അതുപോലെ കൂടുതൽ വോട്ടുകളും കമ്മ്യൂണിസ്റ്റുകൾക്കാണ്. അതുകൊണ്ട് CPM അവരുടെ ആഭിമുഖ്യം കാണിക്കുന്നു. അതുകൊണ്ട് പിണറായി വിജയൻ ശിവഗിരി മഠത്തിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത് ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് ഒരു പുതിയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. കാരണം പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്, മറ്റുള്ള ചിലതൊക്കെ മാറ്റിവെക്കണം. ഇവിടെ രമേശ് ചെന്നിത്തലയെ വിളിച്ചപ്പോൾ എന്താ CPM ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ ആലോചിക്കണം. കോൺഗ്രസ് നേതാക്കളെ ഏത് സമുദായ സംഘടന വിളിച്ചാലും ശരി, അത് കോൺഗ്രസിനുള്ള അംഗീകാരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ, UDF അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ ധൈര്യപൂർവ്വം പറയാം.
ഒരു ആവശ്യപ്പെടാം, ഞങ്ങൾക്ക് ഒരു പക്ഷേ നിർദ്ദേശിക്കാം, ഒരു കുഴപ്പമില്ല. മറിച്ച് LDF-ഓ CPM-ഓ അധികാരത്തിൽ വരുമ്പോൾ അപേക്ഷിക്കേണ്ട അവസ്ഥ വരും. ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. മന്നത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മന്നം ജയതിയുടെ കാര്യത്തിലാണെങ്കിലും ഏത് സമുദായ സംഘടന എടുത്ത് നോക്കിക്കോളൂ, കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴാണ് അവർക്കൊക്കെ മേന്മയുണ്ടായിട്ടുള്ളത്. അധികാരം എന്ന് പറയുന്നത് സമുദായ സംഘടനകൾക്ക് ആവശ്യമാണ്. സമുദായ സംഘടനകളിലുള്ളവരെല്ലാവരും, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം CPM-ൽ ഒരുപാട് സമുദായ അംഗങ്ങൾ NSS-ലുണ്ടല്ലോ, അവർ ആ NSS-ന്റെ ഭാരവാഹികളുമാണ് ചില കരയോഗങ്ങളിൽ. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDP നേതാവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പറ്റി പറഞ്ഞത് എന്തൊക്കെയാണെന്നേ? പ്രമാണിയായി വന്നയാൾ പ്രാണിയായി, തറ ഒരു ദിവസം തറയാണ്, തറപറയാണ്, അഹങ്കാരത്തിന് കൈയും കാലം വെച്ച ആളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് കാരണം പറയുന്ന എന്തും കേട്ട് അങ്ങ് മിണ്ടാതെ, അപ്പോൾ വീഡിയോ കൂടുതൽ വിനയാനുദ്ധനാകും. എന്നെ എന്തുകൂടെ പറഞ്ഞൊരു കുഴപ്പമില്ല എന്ന് കൂടുതൽ വിനയാനുദ്ധനാകും. എന്തും കേട്ടിരിക്കണമെന്നാണോ ശ്രീ N. ശ്രീകുമാർ? അതായത് SNDP യോഗത്തിൻ്റെ ചരിത്രം ആദ്യം ആലോചിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിന് വിനയാന്യതനാകേണ്ടി വരും. KK വിശ്വനാഥൻ KPCC പ്രസിഡൻ്റായിരുന്നു. MK രാഘവ വക്കീൽ തൊഴിൽ മന്ത്രിയായിരുന്നു. ഡോക്ടർ KK രാഹുലൻ കോൺഗ്രസിൻ്റെ കൈപ്പത്തിയിൽ മത്സരിച്ച SNDP യോഗം പ്രസിഡൻ്റാണ്. ഈ ചരിത്രം അറിയുന്ന കോൺഗ്രസ് നേതാവിന് അണികളുടെയൊക്കെ വിചാരവും വികാരവും അറിയാം. അതുകൊണ്ട് അവർ വിനയാന്യത ആവണം. എന്തുകൊണ്ടാണ്? വെള്ളാപ്പള്ളിയുടെ പ്രശ്നം എന്താ? വെള്ളാപ്പള്ളി UDF-നോട് ഒരിക്കലും അനുകൂലമായ നയം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം ചെന്നിത്തലയെ ഇപ്പോൾ പോഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം VD സതീശനോട് വൈരാഗ്യം തീർക്കാനാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് NSS ക്ഷണിക്കുന്നതിന് മുമ്പ് എന്താ അഭിപ്രായം പറയാതിരുന്നത്? NSS ക്ഷണിച്ചിട്ടാണല്ലോ അഭിപ്രായം പറഞ്ഞത്. എങ്കിൽ പിന്നെ എൻ്റെ കൂടെ ഒന്ന് ഇരിക്കട്ടെ എന്ന് അദ്ദേഹം ചിന്തിച്ച് കാണുമോ? അദ്ദേഹം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പറഞ്ഞത് എന്താണ്? അദ്ദേഹം സുധീരനെ കുറിച്ച് ഒരുപാട് ചരിത്രമുണ്ട്, അതൊന്നും പറയാൻ പോകുന്നില്ല. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ SNDP-യുടെ നിലപാട് എന്താണോ, BDJS-ന്റെ നിലപാട് എന്താണോ, ഇതൊക്കെ അറിയുന്നവരല്ലേ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അവിടെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കും. പക്ഷേ SNDP യോഗം എന്നുള്ളൊരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനം എന്ന് വെച്ചാൽ R. ശങ്കർ തൊട്ട് തുടങ്ങുക. ഹാഷ്മി മുൻ മുഖ്യമന്ത്രിയായിരുന്ന R. ശങ്കർ തൊട്ട് തുടങ്ങ്. KK വിശ്വനാഥൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്നു AK ആന്റണി. ആ കാലം മറക്കരുത്. ഡോക്ടർ KK രാഹുലൻ SNDP യോഗം പ്രസിഡന്റായിരുന്നു. മത്സരിച്ച കൈപ്പത്തി ചിഹ്നത്തിലാണ് നാട്ടികയിൽ. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ SNDPയും കോൺഗ്രസും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാരെ ക്ഷണിക്കുന്നില്ല എന്നുള്ള വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ക്ഷണിച്ചാൽ അവിടെ പോവുക. അപ്പോൾ ആരെങ്കിലും പോകുന്നത് CPM നേതാക്കളും പോകും. അവിടെ ഏത് സമുദായമാണ് ക്ഷണിക്കുന്ന ആ സമുദായത്തെ ബഹുമാനിക്കണം. അതാണ് രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടത്. പണ്ട് കാണിച്ചൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ശങ്കരാചാര്യ ശങ്കരാചാര്യർ കേരളത്തിൽ വന്നപ്പോൾ ആന്റണി ആചാരമനുസരിച്ച് ശങ്കരാചാര്യ പീഠത്തിലിരിക്കുകയും ആന്റണി നിലത്തിരിക്കുകയും ചെയ്തു. അത് CPM വിവാദമാക്കി. അതേ CPM അധികാരത്തിൽ വന്നപ്പോൾ സ്വാമികൾ കോട്ടയത്തോ ആലപ്പുഴ എത്തിയപ്പോൾ ഫലമൂലാദികൾ കൊണ്ട് ഈ തളികയിൽ കൊണ്ടുപോയി സ്വീകരിച്ചത് പട്ടും ഫലവും അതുപോലെ പഴങ്ങളൊക്കെ പൂക്കളൊക്കെ കൊണ്ട് സ്വീകരിച്ചത് മന്ത്രിമാരായിരുന്ന സുധാകരനും തോമസ് ഐസക്കുമാണ്. അപ്പോൾ അവരോട് ബഹുമാനിക്കാൻ പഠിച്ചു. ആന്റണി കാണിച്ചു കൊടുത്തപ്പോൾ അവരെതിർത്തു. പക്ഷെ അവർ വന്നപ്പോൾ ബഹുമാനിക്കാൻ പഠിച്ചു. അത് ഏത് നേതാവായാലും അവർ ചെയ്തത് നല്ല കാര്യമാണ്. ജനങ്ങൾ ബഹുമാനിക്കുന്ന സമുദായത്തെ, ജനങ്ങൾ അംഗീകരിക്കുന്ന സമുദായത്തെ ഏതൊരു രാഷ്ട്രീയ നേതാവും ബഹുമാനിക്കണം. അതാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ശരി. എല്ലാവർക്കും ഇവിടെ വ്യക്തിപരമായി മതത്തിന്റെ സ്പേസിലും രാഷ്ട്രീയത്തിന്റെ സ്പേസിലും നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടൽ നല്ലതല്ല എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് 2 വോട്ടിന് വേണ്ടി സമുദായ സംഘടനകളെ തിണ്ണനിരങ്ങാൻ ഞാനില്ല എന്ന് അന്ന് VD സതീശൻ പറഞ്ഞത് ധീരമായ നിലപാടാണ്. ഞാൻ അപ്പോഴും കരുതുന്നത്, ഇപ്പോഴും കരുതുന്നത്. അതെൻ്റെ വ്യക്തിപരമായ ബോധ്യമാണ്. അതല്ലാത്ത ബോധ്യമുള്ളവരും ഉണ്ടാകാം. ഷെൻ ലാൽകുമാർ ആ നിലപാടല്ലാതെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ആൾ, കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഇറങ്ങിയ ആൾ, വെറും തറപറയാണ്. എന്താണ് ഇത്രയും മോശമായ ഒരാളെ ഒരുപാട് പ്രതിപക്ഷ നേതാക്കളെ കണ്ടു, ഒരുപാട് മുഖ്യമന്ത്രിമാരെ കണ്ടു, ഇത്രയും മോശമായ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നിപ്പോൾ പറയുന്നു. നേരത്തെ വടക്കം പറവൂരിലെ ഏതോ ഒരു യോഗത്തിൽ പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല. ഈ സതീശൻ ആർക്കുണ്ടായതാണെന്ന് അറിയത്തില്ല എന്ന് നടക്കുമ്പോൾ അങ്ങേയറ്റം അസഭ്യം പറഞ്ഞിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. എന്താണ് വിരോധത്തിന് കാരണം? ആ ഒരൊറ്റ പ്രസ്താവന അല്ല എന്തെങ്കിലും ഉണ്ടോ ശ്രീ N. ലാൽകുമാർ? ഹാഷ്മി, ആദ്യം തന്നെ 2 കോൺഗ്രസ്സുകാർ പറഞ്ഞതിന് മറുപടി പറയണം. കാര്യം അവർ പറഞ്ഞത് മൊത്തം CPM വിരുദ്ധതയാണ്. ആ CPM-ന് വേണ്ടി ഡിഫെൻഡ് ചെയ്യാൻ ഈ ഫ്ലോറിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് കൃത്യമായ സമയം കിട്ടണം. പറഞ്ഞോളൂ. അത് ഞാനുള്ള കാര്യം അങ്ങ് പറയാം. ഇവിടെ നോക്കൂ, മണിയാശാൻ അടക്കമുള്ള CPM നേതാക്കന്മാർക്കെതിരെ യഥാർത്ഥത്തിൽ രാജു P. നായർ നടത്തിയത് അധിക്ഷേപമാണ്. അവർക്ക് നിലവാരമില്ലാത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് സ്ഥാപിച്ചത്.
അദ്ദേഹം പറയട്ടെ, ഞാൻ അതിനകത്ത് കൂടുതലൊന്നും പറയുന്നില്ല. കാര്യം മണിയാശാന് ഗുരുദേവ ദർശനത്തെക്കുറിച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ സംസാരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് രാജു പി നായരാണോ തീരുമാനിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മണിയാശാൻ അറിയാമോ, പ്രസംഗിക്കാൻ അറിയാമോ എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു കമൻറ്റ് ചെയ്യുന്നുമില്ല. പക്ഷേ താങ്കളെ പോലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിൻ്റെ ഒരു സ്റ്റാർ അവതാരകൻ, ആ വിഷയത്തിൽ ജനപ്രതിനിധിയായി പലതവണ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ, കേരളത്തിൻ്റെ മന്ത്രിയായിട്ടിരുന്ന ഒരു മനുഷ്യനെ ഇകഴ്ത്തി കാണിച്ചപ്പോൾ താങ്കൾ 24-ന്റെ അവതാരകൻ എന്നുള്ള രീതിയിൽ ഇടപെടണമായിരുന്നു. താങ്കൾ അത് ഇടപെട്ടിട്ടില്ല. അതിൻ്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതവിടെ ഞാൻ വിടുന്നു. ഞാൻ കോൺഗ്രസിന് നിലവാരമില്ലാത്ത ഗുരുദേവ ദർശനത്തെക്കുറിച്ച് സംസാരിക്കാൻ 1 മണിക്കൂറല്ല 10 മിനിറ്റ് പോലും സംസാരിക്കാൻ പറ്റാത്ത കോൺഗ്രസ്സുകാരുടെ ലിസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കാര്യം ഞാൻ അതങ്ങ് വിട്ടു. ഇവിടെ നോക്കൂ, ഇവിടെ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ശ്രീമാരിയേട്ടൻ പറഞ്ഞിടത്തും തുടങ്ങാം. കോൺഗ്രസിൻ്റെ ആൾക്കാരെ വിളിച്ചു, BJPയുടെയും CPMൻ്റെ ആളെ വിളിച്ചിട്ടില്ല. BJPയുടെ വിളിച്ചിട്ടില്ലാത്തതിന് ഞാനിപ്പോൾ ഇടപെടേണ്ട കാര്യമില്ല, അത് ഗോകുൽ പറയുമായിരിക്കും. പോട്ടെ, ഇതിനകത്ത് രമേശ് ചെന്നിത്തലയെ വിളിക്കുകയും സതീശനെ വിളിക്കാത്തതിന് എന്നാ കാര്യം? അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. ഈ കോൺഗ്രസിനകത്തോട്ട് കയറുമ്പം കോൺഗ്രസിനകത്ത് സതീശനെ വിളിച്ചില്ലല്ലോ. അതെന്നാ? അതിനവർക്ക് മറുപടിയില്ല. ഉണ്ടോ? സതീശനെതിരെ അവർക്ക് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല. നോക്കൂ, സമുദായ നേതാക്കന്മാർ വിളിച്ചാൽ, സമുദായത്തിൻ്റെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ മുഖ്യമന്ത്രി പോകുമായിരിക്കാം, അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവ് പോകുമായിരിക്കാം. അതിന് കോൺഗ്രസിനോടുള്ള അനുഭാവത്തിൻ്റെ ഭാഗമാണെന്ന് പറയിക്കാൻ, സുകുമാരൻ നായരെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ ഇവർക്ക് പറ്റുമോ? ഇവരും ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ആണ് അദ്ദേഹം പെരുമാറുന്നതെന്ന് ഇവർ പറയുന്നതല്ലേ. ഇതാരാ മൈൻഡ് ചെയ്യുന്നത്? ഈ പറയുന്ന NSSൻ്റെ അധ്യക്ഷൻ പറയുമോ ഇങ്ങനെ ഈ രീതിയിൽ? കോൺഗ്രസ് അനുകൂല നിലപാടെടുത്തിട്ടുണ്ടാവും. ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? NSSൻ്റെ ആസ്ഥാനത്തേക്ക് വിളിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തല നായരായതുകൊണ്ടാണ് എന്നല്ലേ പറഞ്ഞത്? അല്ലാതെ കോൺഗ്രസ്സുകാരൻ ആന്ധ്രാണോ പറഞ്ഞത്? അല്ലല്ലോ. അപ്പോൾ അതാണ് നമ്മൾ കണ്ടത്. അല്ലാതെ കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള വോട്ട് പിടിക്കുന്ന പ്രോസസ്സ് അത് നടക്കുന്നതെന്ന് വിചാരിക്കേണ്ട. കോൺഗ്രസ്സുള്ളപ്പോഴും നമ്മളപ്പം നിൽക്കുക. ഞാൻ പറയട്ടെ അത് കാശ്മീർ, ഞാൻ പറയട്ടെ. ഞാനിപ്പോൾ പറഞ്ഞു വരുമ്പം മൊത്തം ക്ലിയർ ആയിക്കോളൂ. ഈ പറയുന്ന കോൺഗ്രസിന് വേണ്ടിയിട്ട് പെരുമാറുന്നു എന്ന് പറഞ്ഞാലും ജനം കൂട്ടത്തിൽ നിൽക്കണമെന്നില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? പിന്നെ അടുത്തത്, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ തീരുമാനിക്കുന്ന ഹൈക്കമാൻഡാ എന്നാണ് രാജു പി നായർ പറഞ്ഞത്. ശരിയാ, ഹൈക്കമാൻഡ് ആയിരിക്കും തീരുമാനിക്കുന്നത്, എനിക്കറിയത്തില്ലല്ലോ. പക്ഷെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ തീരുമാനിച്ച ഹൈക്കമാൻഡ് അല്ല, ചങ്ങനാശ്ശേരി പെരുന്ന ആസ്ഥാനത്ത് നിന്ന് NSSൻ്റെ ആസ്ഥാനത്തു നിന്നാണ്. അതെനിക്കറിയാം. എന്തായാലും അത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ ഇടപെട്ടിട്ടാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊടാതെ വിഴുങ്ങാതിരിക്കുകയല്ല ഞാൻ. അത് സമ്മതിക്കാൻ എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുമെന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നത്. പിന്നെ എല്ലാവരും പറയുന്നു CPMൻ്റെ അടുത്ത് അവരുടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. ശരി, ഇതിന് 5 വർഷം മുമ്പും CPM ആണല്ലോ ഇവിടെ ഭരിച്ചത്. അത് കഴിഞ്ഞും CPM ജയിക്കാനുള്ള കാര്യം എന്താ? ഇവരെ ജയിപ്പിച്ചില്ലല്ലോ. ജയിപ്പിച്ചോ ആരും? വെച്ചാൽ പറയാൻ സൗകര്യത്തിന് ഇവരെ അങ്ങ് ജയിപ്പിച്ചാൽ പോരായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ഇതൊക്കെ ചുമ്മാ പൊട്ടത്താപ്പിന് ഓരോ കാര്യങ്ങൾ വന്നിരുന്ന് പറയുന്നതാണ്. അവർക്ക് ഇപ്പോൾ ഒരു നേതാവിനെ അവർ വിളിച്ചപ്പം കോൺഗ്രസിന് അനുകൂലമായി കേരളത്തിലെ NSSും എല്ലാ സംഘടനകളും നിൽക്കുന്നു. പറഞ്ഞോന്നേ, കുഴപ്പമില്ലെന്നേ, നമ്മൾ പറയേണ്ടതെന്നും ആരും പറഞ്ഞില്ലല്ലോ. അടുത്തത്, ഈ പറയുന്ന VD സതീശനുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ പറയുന്നു, ഞാൻ CPM അനുഭാവിയായ ഒരു മനുഷ്യനാണ്. CPMൻ്റെ മെമ്പർഷിപ്പ് ഉള്ള ആളല്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, പിണറായി വിജയനെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഭാഷയിൽ ഞങ്ങളുടെ പിണറായി വിജയനെയാണ് പറയുന്നതെങ്കിൽ പിണറായിക്കെതിരെ വെള്ളാപ്പള്ളിക്കെതിരെ നമ്മൾ സംസാരിച്ചിരിക്കും. കേരളത്തിലെ ഏത് സമുദായ സംഘടനയുടെ ആളാണെങ്കിലും നമ്മൾ സംസാരിച്ചിരിക്കും. കാര്യം പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൾ. അദ്ദേഹത്തെ തൊട്ടിട്ടൊന്നും ഒരു സമുദായ നേതാവിനെ നമ്മൾ വിടത്തില്ല. കോൺഗ്രസ് ധൈര്യമുണ്ടോ ഈ പറയുന്ന വെള്ളാപ്പള്ളിക്കെതിരെ ഒന്ന് പ്രതികരിക്കാൻ? ധൈര്യമുണ്ടോ? വെള്ളാപ്പള്ളിക്കെതിരെ എന്തേലും ഈ പറയുന്ന ആ കോൺഗ്രസ്സുകാരും മിണ്ടിയോ? VD സതീശൻ തന്നെ പറഞ്ഞെന്താ, എന്നെ ആർക്കാർക്ക് വിമർശിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വിമർശനമൊന്നും അല്ല നടന്നത്, ഒരു സംശയം വേണ്ട. വിമർശനം ആശ്മിക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ തിരിച്ച് എന്നാ വെള്ളാപ്പള്ളി ഇവിടുത്തെ കാര്യം തീരുമാനിക്കണ്ട, ഞങ്ങൾ എന്തോ വിമർശനമല്ല, അധിക്ഷേപം നടത്തിയത്. ആ അധിക്ഷേപമാണെന്നിരിക്കട്ടെ, ആ അധിക്ഷേപത്തിനടുക്കൽ മിണ്ടാതിരുന്ന് പഞ്ചപുച്ഛമടക്കി നട്ടല്ലില്ലാത്ത രീതിയിൽ പെരുമാറുന്നതല്ല പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും. അതുകൊണ്ട് അങ്ങനെ മിണ്ടാതിരിക്കുന്നിടത്താണ് നിങ്ങൾക്ക് എല്ലാ സമുദായവുമായിട്ടുള്ള ബന്ധമെങ്കിൽ ആ ബന്ധം എനിക്ക് തോന്നുന്നില്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കാണുമെന്ന്. പറയാനുള്ളത് പറഞ്ഞേ പോകൂ. നമ്മുടെ നേതാക്കന്മാരെ അധിക്ഷേപിച്ചാൽ അത് ഏത് സമുദായ സംഘടനയുടെ ആളായാലും നമ്മൾ പറയും. അത് പറഞ്ഞിട്ടുണ്ട്. നാളെ പറഞ്ഞാൽ നാളെ കഴിഞ്ഞോ അല്ലെങ്കിൽ നാളെ തന്നെ നമ്മൾ മറുപടി പറയുന്നത് ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരനെ വിളിച്ചതല്ല, അത് രമേശ് ചെന്നിത്തല നായരെ വിളിച്ച. എന്തിനാണ് രമേശ് ചെന്നിത്തല നായരെ തന്നെ വിളിക്കുന്നത്? CPM കൊള്ളാവുന്ന ഒരു നായന്മാരും ഇല്ലേ ഒന്ന് G. സുകുമാരൻ നായർക്ക് വിളിക്കാൻ? അല്ലെങ്കിൽ BJP കൊള്ളാവുന്ന ഒരു നായന്മാരും ഇല്ലേ G. സുകുമാരൻ നായർക്ക് വിളിച്ച് ഈ പ്രതിസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ? പറഞ്ഞുതരാം.
CPM-നകത്ത് വരുമ്പം കേഡറ സഖാവ, അതിനകത്ത് നായർ ഈഴവനൊന്നുമില്ല. CPM എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ അത് ഞങ്ങളുടെ മെറിറ്റാ ഹാഷ്മി. ലാൽകുമാർ എന്ന് പറയുന്ന ഒരാൾ സഖാവാണ്, പിണറായി സഖാവാണ്. പിണറായി ഈഴവനാന്ന് പറഞ്ഞിരിക്കുന്നത് കെ സുധാകരൻ മാത്രമേ ഉള്ളൂ. ഈ നാട്ടിലുള്ള ഇപ്പം പറഞ്ഞാലേ ഈ മന്ത്രിസഭയിൽ കൂടുതൽ വിഭാഗം NSS ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നം ഒരുപാട് പേര് ഇതാക്കി. അത് കൊടുത്തത് സഖാവായതുകൊണ്ടാണ്, അല്ല നായരായതുകൊണ്ടല്ല. നിങ്ങൾ അങ്ങനെ കരുതണ്ട. അപ്പോൾ ഈ ഒരു നായരെ വിളിക്കാൻ പെട്ടെന്ന് എളുപ്പമല്ല CPM-നകത്തുനിന്ന്. ഞാനുള്ള കാര്യമാണ് പറയുന്നത്. ഒരു സമുദായ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞ് വിളിക്കാൻ പാടാണ്. അത് ഞങ്ങളുടെ മെറിറ്റാണ്. ഞങ്ങളുടെ മെറിറ്റായിട്ടാണോ നിങ്ങൾ എടുക്കുന്നത് അതോ നെഗറ്റീവായിട്ടാണോ എടുക്കുന്നത്? ഞങ്ങൾ അങ്ങനെ നായരായിട്ട് ഒരാൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. മുഖ്യമന്ത്രി ഒരു പോയിന്റ് അവസാനിപ്പിക്കാണ്ട് NSS-ന്റെ പരിപാടിക്ക് നാളെ മുഖ്യമന്ത്രിയെ വിളിക്കുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കുമായിരിക്കാം. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രിയായിട്ടാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് ചിലപ്പം ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ പങ്കെടുക്കുന്നതാണെങ്കിൽ സഖാവായിട്ടാണ് പങ്കെടുക്കുന്നത്, അല്ല നായരായിട്ടല്ല പങ്കെടുക്കുന്നത്. അതങ്ങ് ഓർത്താൽ മതി. നായരാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് വരത്തുള്ളൂ, നമ്മളെ കൊണ്ട് വരുന്നില്ല. ഓക്കെ, രാജീവ് പിന്നാണ് മറുപടി. ഒന്ന് അദ്ദേഹം ഞാൻ MM മണിയെക്കുറിച്ച് പറഞ്ഞതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഈ പൊതുരംഗത്ത് നിൽക്കുന്ന ഓരോരുത്തരെ കുറിച്ചും നമുക്കൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. കാരണം ആ പെർസ്പെക്റ്റീവ് രൂപപ്പെടുന്നത് അവർ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ, അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അവർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ എനിക്ക് VD സതീശനെ കുറിച്ചൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. കാരണം അദ്ദേഹം നെഹ്റുവിയൻ സോഷ്യലിസത്തെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന, മതേതരത്വത്തെക്കുറിച്ച് പാഷനേറ്റായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന, അതല്ലെങ്കിൽ ക്രിസ്തീയ ദർശനങ്ങളെക്കുറിച്ച് വൈകാരികമായി സംസാരിക്കാൻ കഴിയുന്ന, മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കുന്ന അത്തരത്തിലുള്ള പെർസ്പെക്റ്റീവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല. അതിൽ ഹാഷ്മിക്ക് പോലും എതിർപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൗർഭാഗ്യവശാൽ എനിക്ക് MM മണിയിൽ നിന്ന് അത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ MM മണിയിൽ നിന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലുണ്ടായ സംഭവത്തിൽ ആ മരണപ്പെട്ട സാബുവിനെ അധിക്ഷേപിക്കുന്ന, പെമ്പിള ഒരുമയുടെ സമരം നടന്നപ്പോൾ മറ്റ് പല ഭാഷകൾ ഉപയോഗിച്ച അത്തരത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവാണ് നമുക്ക് കിട്ടുന്നത്. അത് ഞാൻ പറഞ്ഞുള്ളൂ. കാരണം CPM-ന്റെ നേതാക്കന്മാരെ അത്തരത്തിൽ വിളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് രൂപത്തിൽ ഒലത്തണ്ട എന്നൊക്കെ പുറത്തു പറയാൻ കൊള്ളാത്ത ഭാഷ MM മണി പറഞ്ഞാലും ഇപ്പോൾ ഒരു NS-ന്റെ വേദിയിൽ പോയി ശരി. ഹാഷ്മി ഒറ്റ കാര്യമുള്ളൂ. MM മണി ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ആശയപരമായിട്ട് അല്ലെങ്കിൽ ആഴത്തിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ പറഞ്ഞാൽ ഞാൻ തിരുത്താം, എനിക്ക് കുഴപ്പമില്ല. നമ്മൾ കേൾക്കുന്ന പ്രസ്താവന അടിസ്ഥാനത്തിൽ ഒരാളെ കുറിച്ചുണ്ടാകുന്ന പെർസ്പെക്റ്റീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞോളൂ. അതല്ല ഇത്തരത്തിൽ ആധികാരികമായി നെഹ്റു സോഷ്യലിസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തിനെ കുറിച്ചോ ഒരു വിഷയത്തെ ആസ്പദമാക്കി പറഞ്ഞിട്ടുള്ളത് ഹാഷ്മി പറയുകയാണെങ്കിൽ ഞാൻ തിരുത്താം. നമ്മൾ നേതാക്കൾ അങ്ങനെ വിലയിരുത്തുമ്പോൾ നെഹ്റു സോഷ്യലിസത്തെ പറ്റി ആഴത്തിൽ പഠിക്കാത്ത MM മണിക്ക് ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച പരിചയം ഉണ്ടാവുന്നേ. നേതാക്കൾ അങ്ങനെ വിലയിരുത്താം. ഹാഷ്മി 8ാം ക്ലാസ് പഠനം ഉണ്ടായിരുന്ന K കരുണാകരനാണ് ഈ കേരളത്തിന് ഇത്രമാത്രം വലിയ വികസനവും ആധികാരികമായിട്ടും മറ്റെല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സമുദായങ്ങളെ കൂട്ടിയുറപ്പിച്ചും വർഗീയതയ്ക്കെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ K കരുണാകരൻ 8ാം ക്ലാസ് ആയിരുന്നു. അപ്പം അതൊന്നും പറയല്ലേ നിങ്ങൾ, അങ്ങനെ അതൊരു വിഷയമാക്കണ്ട. ഞാൻ ലാൽകുമാർ അത് എടുത്തു പറഞ്ഞുകൊണ്ട് എൻ്റെ പെർസ്പെക്റ്റീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം അതല്ല, അത്തരത്തിൽ വലിയ ഒരു പണ്ഡിതനായിട്ട് പേര് കേട്ട ഒരാളാണെങ്കിൽ ആ പ്രസംഗങ്ങളൊന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കാം. ഞാൻ MM മണിയെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ തിരുത്താം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാനത് ഒരു എന്താ പറയുക തർക്കത്തിന് വേണ്ടി പോയതല്ല. രണ്ടാമത്തെ കാര്യം, വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിക്കുന്ന വാക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. നോക്കൂ, ഇതൊക്കെ പലപ്പോഴും ഹാഷ്മിനെ സൂചിപ്പിച്ചല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താ സംഭവിച്ചത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം വലിയ രീതിയിൽ അത്തരത്തിൽ ആക്രമിച്ചു. പക്ഷേ SNDP സമുദായം ഏറ്റവും കൂടുതലുള്ള ബൂത്തുകളിലെല്ലാം എന്തായിരുന്നു റിസൾട്ട് എന്ന് ഹാഷ്മി ഒന്ന് പരിശോധിച്ചോ. ഞങ്ങൾ നേതാക്കന്മാരെ കാണുന്നത് സമുദായ നേതാക്കന്മാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ എന്താ വിമർശനമാണോ? തറ എന്നൊക്കെ ആലോചിച്ച് നോക്കി. ഇപ്പൊ VD സതീശൻ കേരളത്തിലെ കോൺഗ്രസ് നേതാവ് മാത്രമല്ലോ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവല്ലേ. ആ ഒരു ബഹുമാനം കൊടുക്കണ്ടേ? ഇതങ്ങ് അസഭ്യം പറയാണ്. അതിന് നിങ്ങൾ ആരും മറുപടി പറയണ്ടേ? ഹാഷ്മി ഞാൻ പറയട്ടെ, ഞങ്ങൾ ബഹുമാനം കൊടുക്കുന്നതെല്ലാം സമുദായത്തിന്റെ നേതാക്കന്മാർക്കല്ല, സമുദായങ്ങൾക്കാണ്. ഞങ്ങളുടെ നിലപാട് നിൽക്കുന്നത് സമുദായത്തിനൊപ്പമാണ്. ആ നേതാക്കന്മാർ ചിലപ്പോൾ സമുദായത്തിന്റെ ആശകൾക്ക് വിപരീതമായി പറയും. അതുകൊണ്ടാണല്ലോ പറവൂർ SNDP-യുടെ ഈഴവ സമുദായത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ടിലെടുത്തും സതീശൻ 1ാം സ്ഥാനത്തെത്തുന്നത് അതുകൊണ്ടാണല്ലോ. ചിലപ്പോൾ സമുദായത്തിലെ അംഗങ്ങൾക്ക് ആശയത്തിന് വിരുദ്ധമായിട്ട് നേതാക്കന്മാർ സംസാരിക്കും. പക്ഷെ ഞങ്ങൾ കാണുന്നത് സമുദായത്തെ മുഴുവനാണ്. അപ്പോൾ ആ സമുദായത്തെ മുഴുവൻ ഞങ്ങൾ കയറിയിട്ട് അങ്ങോട്ട് ആക്രമിച്ച് അവരെ നികൃഷ്ട ജീവിതം വിളിക്കുന്നില്ല. പകരം എന്താ,
അർഹിക്കാത്ത ഇത് പുച്ഛിക്കേണ്ട കാര്യങ്ങളെ, ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങളെ ഞങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയും. എത്രയോ പേര് CPM-ന്റെ നേതാക്കന്മാർ VD സതീശനെതിരെ പറയുന്ന തെമ്മാടിത്തത്തിനും അല്ലെങ്കിൽ ഭള്ളുഭാഷകം കണക്കുണ്ടോ? എല്ലാത്തിനും VD സതീശൻ പോയി മറുപടി പറയുമോ? ഞങ്ങളല്ലല്ലോ. ഞങ്ങൾ പൊതു രാഷ്ട്രീയത്തിൽ എന്താണ് കോൺഗ്രസിൻ്റെ നയം, എന്താണ് കോൺഗ്രസിൻ്റെ രീതി, കോൺഗ്രസിൻ്റെ പരിപാടികൾ എന്താണ്, ആ രീതിയിൽ പറയും ഇല്ലേ? ഇപ്പോൾ പറയുന്ന നേതാക്കന്മാർ പറയുന്ന അതേ ഭാഷയിൽ തിരിച്ചു പറയണമെന്ന് വെച്ചാൽ ചിലവരുടെ അഭിമാനത്തിന് ചേരില്ല. ചിലവർക്ക് അഭിമാനമില്ലാതെ സംസാരിക്കാം, ചിലവരുടെ അഭിമാനത്തിന് ചേരില്ല. അത് ഓരോരുത്തരുടെയും വ്യക്തികൾ ഇപ്പം എന്നെക്കുറിച്ച് ചർച്ചകളിലിരുന്ന് എത്രയോ ചീത്തവരുണ്ട്. ഹാഷ്മി, ഞാൻ ഇന്നവരെ അത്തരത്തിൽ മറ്റുള്ളവരോട് മോശമായിട്ട് അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നെ സംബന്ധിച്ച് കേട്ടവർ, എൻ്റെ സമൂഹ മാധ്യമങ്ങൾ എത്രയോ പേര് വന്നു പറയുന്നത് അത് ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ശീലിച്ചു വന്നിരിക്കുന്ന മര്യാദകളുടെ ഭാഗമാണ്. ആ മര്യാദ നടപ്പാക്കുന്നതുകൊണ്ട് അത് മറ്റേതിനെയെല്ലാം പേടിക്കുന്നു എന്നോ ഒന്നും അർത്ഥമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ കേരളത്തിൽ ഇന്ന് ക്രിസ്തീയ സഭകൾ, അതുപോലെ തന്നെ ഹിന്ദു സംഘടനകൾ, അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ, ഇവരെല്ലാവരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, കഴിഞ്ഞ ദിവസം എന്തായിരുന്നു? മുസ്ലിം ലീഗ് രമേശ് ചെന്നിത്തല വിളിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ഇപ്പോൾ ദാറുൽ യൂണിവേഴ്സിറ്റി സയ്യിദ് ഷിഹാബ് അലി തിങ്ങൾ ചാൻസലറായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ മുഖ്യപ്രഭാഷകൻ VD സതീശനാ ഇല്ലേ? അപ്പം എല്ലാ സമുദായ ക്രിസ്തീയ സഭകൾ എത്രയോ പരിപാടികൾ ക്രിസ്തീയ സഭകളിൽ നിന്ന് VD സതീശൻ പോയി പങ്കെടുക്കുന്നു. ഹിന്ദു മതത്തിന് ചെറുകോൽ കൺവെൻഷൻ സതീശൻ പോയി പങ്കെടുക്കുന്നു. അപ്പം നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആശയപരമായി വർഗീയതക്കെതിരായിട്ട് ഈ സമൂഹത്തിൻ്റെ ഗുണപരമായ കാര്യങ്ങൾ ഏറ്റവും അടിസ്ഥാന വിഷയങ്ങളിലൂന്നി സംസാരിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ആ ആശയങ്ങൾക്ക് പ്രാമുഖ്യം ലഭിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരാൾ തന്നെ ഈ കേരളത്തിലെ മുഴുവൻ പരിപാടികളും പോയി ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ഏത് സംഘടന വിളിച്ച് കോൺഗ്രസിൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് സംവദിക്കാൻ വിളിച്ചാൽ ഞങ്ങൾക്ക് പരിപൂർണ്ണ സന്തോഷമാണ്. അതാണല്ലോ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലല്ലോ എന്നെ വിളിക്കാതിരുന്നത് ശരിയായില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിന് പങ്കെടുക്കുക അങ്ങനെയില്ലെന്നേ. എല്ലാവരും കോൺഗ്രസിൻ്റെ തലമുതിർന്ന ഗാലക്സി ഓഫ് ലീഡേഴ്സാണ്. ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സ്. നിങ്ങൾ ഇത്ര പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. സർവാധിപത്യത്തിലേക്ക് അല്ല, ഈ ഒരു സിനിമയ്ക്കകത്ത് അക്കരെ അക്കരെ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മോഹൻലാൽ ശ്രീനിവാസിനെ പിടിച്ചു നിർത്തിയിട്ട് ഒറ്റ അടി ചെവിക്കൽ കൊടുക്കും, എന്നിട്ട് നല്ല കവിൾ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇതുപോലെ അടി കൊണ്ടിട്ട് മര്യാദ കാണിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. അത്രേ ഉള്ളൂ. ശരി. ഞാൻ തിരികെ യുവരാജിലേക്കാണ് ഇടപെടുക. ശിവരാജ് ഗോകുൽ ഇവിടെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നല്ലൊരു ഭാഗം അവിടെ മാറ്റിവെച്ചത് വർഗീയതയ്ക്കെതിരെ പറയാനായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കുന്നത് NSS എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ ജാജ്വല പ്രതീകം എന്നതല്ല, NSS എന്ന് പറയുന്നത് കേരളത്തിലെ മതേതരത്വത്തിന്റെ ബ്രാൻഡാണ് എന്ന് പറയുകയാണ്. വലിയ കൈയോടുകൂടിയാണ് കരഘോഷത്തോടുകൂടിയാണ് ആ ജയന്തി സമ്മേളന വേദി ചെന്നിത്തലയുടെ ആ പ്രസ്താവനയെ സ്വീകരിച്ചത്. BJP അതിനോട് യോജിക്കുന്നുണ്ടോ ശിവരാജ് ഗോകുൽ? തീർച്ചയായിട്ടും BJP അതിനോട് യോജിക്കുന്നുണ്ട്. NSS എന്ന് പറയുന്നത് കേരളത്തിലെ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്ന് തന്നെയാണ്. ശ്രീ മന്നത്ത് പത്മനാഭനും ശങ്കറും ചേർന്നിട്ട് ഹിന്ദു മഹാമണ്ഡലം തുടങ്ങിയ കാലം മുതൽ ഹിന്ദു സമുദായത്തിൻ്റെ ജാതിക്ക് അതീതമായിട്ടുള്ള ഏകീകരണവും ഒപ്പം എല്ലാ സമുദായങ്ങളോടും സൗഹാർദ്ദമായി പെരുമാറുക എന്ന് പറയുന്ന നയത്തോടുകൂടി തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. NSS ആ നിലപാടിൽ തന്നെയാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നതെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണുള്ളത്. മുമ്പോട്ട് ആ നിലപാടിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഞങ്ങളോട് ഏറ്റവും സൗഹാർദ്ദപരമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് NSSൻ്റെ നേതാക്കളാകട്ടെ, NSS എന്ന് പറയുന്ന സംഘടനയാകട്ടെ എല്ലാ കാലഘട്ടങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ നേതാക്കൾ ഒരുപാട് തവണ മന്നം ജയന്തി വേദിയിൽ വിശിഷ്ടാതിഥികളായിട്ടും മറ്റുമൊക്കെ അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ നേതാക്കൾക്ക് ശ്രീ സുകുമാരൻ നായർ എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചേർത്ത് നിർക്കുകയും അനുഗ്രഹം നൽകുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇതിനു മുമ്പും ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പുകളിലും അതുണ്ടാകും. NSSനെ കുറിച്ചിട്ട് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ ആ കാര്യത്തോട് ഞങ്ങൾ 100% പരിപൂർണമായിട്ട് യോജിക്കുകയാണ്. കെ സുരേന്ദ്രനെ എന്തെങ്കിലും പെരുന്നയിൽ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കും എന്ന് BJPക്ക് പ്രതീക്ഷയുണ്ടോ ശ്രീ യുവരാജ് ഗോകുൽ?
ശ്രീ കെ സുരേന്ദ്രന് സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിക്കുകയും അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ ഒരിക്കലും കേട്ടിട്ടുള്ളത്. അത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം തുറന്നു പറയുമായിരിക്കും. അത്തരത്തിലുള്ള വലിയ ബന്ധം തന്നെയാണ് ശ്രീ പെരുന്നയുമായിട്ടും ശ്രീ സുകുമാരൻ നായരുമായിട്ടും NSSുമായിട്ടും BJPക്കുള്ളത്. ചോദ്യം അതല്ലേ, വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്ന ഒന്നും അല്ല. ജയന്തി സമ്മേളന വേദിയിലേക്ക് എപ്പോഴെങ്കിലും BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് ഉദ്ഘാടകനായി പോകും എന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ടോ യുവരാജ് ഗോകുൽ? തീർച്ചയായിട്ടും BJPയുടെ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ NSSന്റെ വേദിയിലേക്ക്, മന്നൻ ജയന്തിയുടെ വേദിയിലേക്ക് എന്തെങ്കിലുമൊക്കെ എത്തുമായിരിക്കും. അതിനകത്തിപ്പോൾ ഹാഷ്മി ചോദിക്കുന്നത് ഇപ്പോൾ 24-ൽ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇന്നയാളെ വിളിക്കുമോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഹാഷ്മി പറയുക? അത് ഹാഷ്മിയുടെ 24 ന്യൂസിലെ മാനേജ്മെന്റ് അല്ലേ പറയേണ്ടത്. BJPയുടെ പരിപാടി അല്ലല്ല, പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഇപ്പൊ NSSന്റെ പരിപാടിയിൽ ഇന്നയാൾ വരുമോ എന്നുള്ളത് NSS അല്ലേ പറയേണ്ടത്, നമ്മളല്ലല്ലോ പരിപാടി പറയേണ്ടത് അതിനകത്ത്. അല്ല, ശ്രീ എൻ ശ്രീകുമാർ ആ വേദിയിൽ പോയി രമേശ് ചെന്നിത്തല വർഗീയതയ്ക്കെതിരെ ആ വേദിയിൽ പോയി വർഗീയതയ്ക്കെതിരെ പറയുന്നതും NSSനെ മതേതരത്വത്തിന്റെ ബ്രാൻഡാണ് എന്ന് പറയുന്നതും, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഏതെങ്കിലും ഒരു ചാപ്പ കുത്തേണ്ടതില്ല എന്നുകൂടി പറയുകയല്ലേ രമേശ് ചെന്നിത്തല ആരോടൊക്കെയോ? എൻ ശ്രീകുമാർ, നോക്കൂ, NSS ഒരു മതേതര പ്രസ്ഥാനമാണെന്നുള്ളത് പുതിയ അഭിപ്രായമല്ല. അത് VD സതീശനും മുമ്പ് 2 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇന്നാളാരോ പറഞ്ഞു കേട്ട്, രമേശ് പറഞ്ഞിട്ടാ സതീശൻ പറഞ്ഞു. അതല്ല, കോൺഗ്രസ് നേതാക്കൾ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട് NSSൻ്റെ മതേതര ചിന്തയെക്കുറിച്ച്. എന്തിനാ ഞാൻ അതൊന്നും പറയുന്നില്ല. നമ്മുടെ ലാൽകുമാർ ഒരു CPM അനുഭാവിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പുതുപ്പള്ളി സ്ഥാനാർത്ഥി എന്ന ജെയ്ക്ക് തോമസ് AK ബാലൻ്റെ അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞതെന്നറിയാമോ? വർഗീയതയെ പടിക്ക് പുറത്തു നിർത്തിയ ആളാണ് സുകുമാരൻ നായർ എന്ന് പറഞ്ഞ് മറന്നുപോയോ? അത് മാത്രമേ ഞാൻ അവിടെ പറയുന്നുള്ളൂ. ഹാഷ്മി, ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ? സമുദായ സംഘടനകൾ കോൺഗ്രസിനോട് അടുക്കുന്നു എന്നുള്ളൊരു ഭീതി CPMനുണ്ട്. ആ ഭീതി അവരെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്നുണ്ട്. കാരണം എന്താ, ക്രൈസ്തവർ കയ്യിൽ നിന്ന് പോയി, മുസ്ലിം സമുദായം കയ്യിൽ നിന്ന് പോയി, പിന്നെ ഹിന്ദു സമുദായം മാത്രമേ ഉള്ളൂ. ഹിന്ദു സമുദായത്തെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ BJPയിലേക്ക് തള്ളിവിടുകയെന്ന ചിന്തയാണ്. ഇപ്പോൾ SNDP യോഗത്തിൻ്റെ പഴയ കാലത്തെ കുറേ പിന്നാക്ക അധസ്ഥിത വിഭാഗത്തിൻ്റെ വോട്ടുകൾ CPMന് കിട്ടിയിരുന്നു. ഇപ്പോൾ ഇത് കിട്ടുന്നില്ല എന്ന് തോന്നിയോണ്ടല്ലേ ശിവഗിരിയിൽ പോയിട്ട് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞ ഒരു കാര്യത്തെ നമ്മുടെ സനാതന ധർമ്മവുമായിട്ട് ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രി പറഞ്ഞത്. CPMന് ഒരു അവർ പറഞ്ഞിട്ടുള്ള എന്താ അറിയാമോ? അവരുടെ ഓർഗനൈസേഷണൽ എത്തിക്സ് എന്ന സംഗതിയുണ്ട്. ഓർഗനൈസേഷണൽ എത്തിക്സ് എന്ന് വെച്ചാൽ ആ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് കൂട്ടായ തീരുമാനമാകണം, അത് ശാസ്ത്രീയമായി നിശ്ചയിക്കപ്പെട്ടുള്ള തീരുമാനമാകണം. ഇപ്പോൾ അതാണോ CPM നടക്കുന്നത്? ആരാണോ പറയുന്നത് അത് പാർട്ടി നയമായി മാറുകയല്ലേ? അപ്പോൾ ആ ഒരു ഓർഗനൈസേഷണൽ എത്തിക്സ് എന്നുള്ള CPM നഷ്ടപ്പെടുത്തിയതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ സമുദായ സംഘടനകൾക്ക് ഒരു കാര്യം എപ്പോഴും മനസ്സിലാവും, അവരെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ കാലാകാലങ്ങളിലുള്ള അവസരവാദ ചിന്തകൾ ഒരു ഘട്ടത്തിൽ മുസ്ലിമിനൊപ്പം, ഒരു ഘട്ടത്തിൽ ഹിന്ദുവിനോടൊപ്പം. അങ്ങനെയാണോ കോൺഗ്രസ്? അവരെല്ലാ ഘട്ടത്തിലും ചീത്ത പറഞ്ഞാലും, ഇപ്പോൾ പറഞ്ഞല്ലോ ചെകിട്ടത്തടിച്ചാൽ നോക്കി നിൽക്കുമെന്ന്, ചിലപ്പോൾ ആ കാലത്ത് വരുന്ന സമുദായ നേതാക്കൾ അങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക. അതങ്ങനെ പെരുമാറുമ്പോൾ അത് ആ നേതാവിനെ മാത്രമായിട്ട് മാറ്റിയിട്ട് ആ സമുദായത്തെ ഒന്നരംഗം ആക്ഷേപിക്കണോ കോൺഗ്രസ്? അത് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, SNDPയുടെ പാരമ്പര്യമാണെങ്കിലും NSSൻ്റെ പാരമ്പര്യമാണെങ്കിലും എനിക്ക് പച്ചയായി പറയുന്നതിൽ ഒരു വിരോധമില്ല. രമേശ് ചെന്നിത്തല അതുകൊണ്ടാണ് പറഞ്ഞ മതേതര ചിന്താന്ന്. മതേതര ചിന്തയുള്ള പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. ആ മതേതര ചിന്തയുള്ള പ്രസ്ഥാനത്തിനൊപ്പം NSS നിൽക്കുമ്പോൾ NSSന് മതേതര ചിന്തയുണ്ട്. വർഗീയതയെ പടിക്ക് പുറത്താക്കിയ ആളെന്ന് CPM നേതാവ് പറയുമ്പോൾ അതും കൂടെ നോക്കണം. ലാൽകുമാർ, ഇവിടെ രമേശ് ചെന്നിത്തലയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ NSS നീക്കം നടത്തുന്നു എന്നൊരു ആരോപണം CPM ഉണ്ടാവുമോ? NSS രമേശ് ചെന്നിത്തലയെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ നിർത്തുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കുമെന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് ഹാഷ്മി പറയേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കാൻ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവും. നോക്കൂ, ഈ വിഷയത്തിനകത്ത് രസകരമായൊരു കാര്യം വന്നു. ഇവരൊക്കെ കാട് കയറി അതും ഇതൊക്കെ പറഞ്ഞു. ഈ പറയുന്ന എപ്പിസോഡ് കൊണ്ട് കോൺഗ്രസിന് പ്രയോജനം എന്ന് ഇവരെല്ലാം പറഞ്ഞു. ശ്രദ്ധിച്ചോ, രമേശ് ചെന്നിത്തലയ്ക്ക് പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചില്ല. കാര്യം ഇപ്പം കോൺഗ്രസ് രമേശ് ചെന്നിത്തലയോട് കൂടുതലില്ല. ഇതാണ് സത്യം. കാര്യം ഇപ്പം VD സതീശൻ്റെ കൂടുതലാണ്. VD സതീശനും വേണുഗോപാലും കൂടെ ഒരുമിച്ചാണ്, KC വേണുഗോപാലും കൂടെ. ഈ പറയുന്ന കോൺഗ്രസ് സഹയാത്രികനായ ശ്രീകുമാറിയേട്ടൻ വരെ പറയുന്ന അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രയോജനം ചെയ്യുമെന്ന് ചോദിച്ചാൽ ഏത് തരത്തിലാണ് അദ്ദേഹത്തിന് പ്രയോജനം ചെയ്യാൻ സാധ്യത? ഈ കാര്യം രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞ എപ്പിസോഡ് കൊണ്ട് ആർക്കാ പ്രയോജനം? യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഏത് തരത്തിലായിരിക്കും അത് പ്രയോജനം ചെയ്യുക? കോൺഗ്രസിൻ്റെ സ്ഥാനം അങ്ങ് വിട്. കോൺഗ്രസിൻ്റെ സ്ഥാനം ഒരല്പം വിട്ടിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് വ്യക്തിപരമായി അത് എങ്ങനെ ഗുണം ചെയ്യും? കോൺഗ്രസ്സുകാരത് പിടിക്കത്തില്ല.
കാര്യം കോൺഗ്രസ്സുകാർ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പം എന്നറിയോ, MLA സ്ഥാനം തന്നെ വീണ്ടും കോൺഗ്രസ്സുകാർ NSS ചേർന്ന് ജയിപ്പിക്കുമെന്ന് പറയുമോ? അല്ല. ശരി സമയം കഴിയാണ്. ശരി എന്തായാലും ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ, ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇനി അങ്ങോട്ട് കൂടുതൽ സജീവമാകാൻ പോകുന്ന രാഷ്ട്രീയ കാലമാണ്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടക്കുമ്പോൾ പല ചർച്ചകൾ, പല സന്ദർശനങ്ങൾ കാണേണ്ടിയും വരും, നമുക്ക് വീണ്ടും ഇരിക്കേണ്ടി വരും. അപ്പോൾ എനിക്കൊണ്ട് പൂർണ്ണമാവുകയാണ്.